ഗവൺമെന്റ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി BJP ഇതര പാർട്ടികളെ ഭയപ്പെടുത്താൻ, കീഴ്പ്പെടുത്താൻ അവർ തെറ്റായിട്ടുള്ള വഴികൾ ഉപയോഗിക്കുന്നു, കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലേ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ബാക്കി നോക്കാം, കാര്യങ്ങൾ നോക്കാം. അതിന്റെ വഴിക്ക് കേരളത്തിലെ CPM-ഉം സംഘപരിവാർ ശക്തികളുമായി ഒരു അവിഹിതമായ ബന്ധമുണ്ട്. അത് SNC ലാവ്ലിൻ കേസിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും കരുവന്നൂരിലെ ED കേസിലും ഞങ്ങൾ കണ്ടതാണ്. അത് തന്നെയാണോ മാസപ്പടി കേസിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും. കേരളത്തിൽ 2018 പ്രളയത്തെ പോലും മുഖ്യമന്ത്രി വിറ്റ് കാശാക്കി. അതാണ് ഈ അഴിമതിയുടെ ചുക്കാൻ. കേരളത്തില് 135 കോടി രൂപ കൈക്കൂലി കൊടുത്താൽ ഞാനിപ്പോ ഞാൻ CM-മാരോട് എനിക്ക് സഹതാപമുള്ളൂ. കാരണം കേരളത്തിൽ ഒരു കമ്പനി ലാഭകരമായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ 135 കോടി രൂപ വരെ കൈക്കൂലി കൊടുക്കേണ്ട ഗതികേടാണ് കേരളത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് CM-മാരോട് ഇപ്പോൾ സഹതാപമാണ്. നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. എക്സാലോജിക്കും CM-ആറിലും തമ്മിലുള്ള ഇടപാടാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. 3-അംഗ അന്വേഷണ സംഘം 4 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അന്വേഷണത്തിൽ കാര്യമായ പ്രതികരണങ്ങൾക്ക് CPIM നേതാക്കൾ തയ്യാറായിട്ടില്ല. തനിക്കൊന്നും അറിയില്ലെന്നും എന്ത് കേന്ദ്ര ഏജൻസി എന്നുമായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. എന്ത് കേന്ദ്ര ഏജൻസി എന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ചോദിക്കുന്നു. എക്സാലോജിക്കിന്റെ പ്രവർത്തനം ദുരൂഹമാണ് എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ പ്രതിരോധം തീർത്ത CPIM എന്തു പറയുന്നു എന്നാണ് മാത്യു കുഴനാടന്റെ ചോദ്യം. വീണ വിജയന് കുരുക്കുമുറുകുന്നു എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് ശ്രീ VK സനോജ്, കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് പ്രിന്റു മഹാദേവ്, ഡോക്ടർ B ജയരാജ് ഇടത് സഹയാത്രികൻ, പോപ്പുലർ ചാനൽ നേതാവ് MK ഹരിദാസ് എന്നിവർ ആണ്. ആദ്യം ശ്രീ ജയരാജ്, തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമായും സൂചിപ്പിക്കട്ടെ. നമ്മുടെ കമ്പനി നിയമങ്ങൾ അനുസരിച്ച് ആർക്കും ഒരു കമ്പനി രൂപീകരിക്കാം. നിയമപരമായി ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഇപ്പോൾ ഈ എക്സാലോജിക് എന്ന കമ്പനിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥ എന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ആണ്. ആ കമ്പനി നിലവിൽ ഇല്ല എന്നതും വസ്തുതയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് ഒരു കമ്പനി രൂപീകരിക്കാൻ പാടില്ല എന്നില്ല. സ്വന്തമായി ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത് അങ്ങേയറ്റം അഭിമാനകരവുമാണ്. പക്ഷേ CM-ആറിലുമായുള്ള കരാർ, ആ കരാറിനെ തുടർന്ന് നൽകുന്ന പണം, ആ പണത്തിൻ്റെ കൈമാറ്റം, ഇടപാടുകൾ, ഇതെല്ലാം സംബന്ധിച്ച് സംശയം ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്നതും പ്രധാനപ്പെട്ടതായി മാറുന്നത്, അതിൻ്റെ രാഷ്ട്രീയവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇപ്പോഴിതാ കേന്ദ്ര ഏജൻസി എന്ന് തന്നെ വ്യക്തമായി പറയാം അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു. അന്വേഷണത്തിന് ഉത്തരവ് കൂടി വന്നിരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. നിരവധി ചോദ്യങ്ങൾക്ക്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനടക്കം സംശയമുണ്ടായിരുന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഇനി കൃത്യമായ മറുപടി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാമോ? ഇത് തുടങ്ങുന്നതിന് മുമ്പിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, രാഷ്ട്രീയക്കാരന്റെ മകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നെപ്പോട്ടിസം എന്ന് പറഞ്ഞിട്ട് ഒരാരോപണം ഉണ്ടാവും. രാഷ്ട്രീയക്കാരന്റെ മകൾ അല്ലെങ്കിൽ മകൻ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്നുള്ള അത് കാര്യം എപ്പോഴും ഈ സോഷ്യൽ സ്കാനിങ്ങിന്റെ അണ്ടറിലാണ് ഇവരെല്ലാം എന്നുള്ളതുകൊണ്ടാണ്. അതിപ്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള എല്ലാവരും, രാഷ്ട്രീയക്കാരും, ലൈംലൈറ്റ് നിൽക്കുന്ന എല്ലാ ആളുകളും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ഇനി 2-3 മാസം കൂടെ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുരുക്കുന്ന ചില തകരകളെ പോലെയാണ് ഈ ആരോപണം എന്ന് എനിക്ക് പറയാൻ ആദ്യമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ഇതുവരെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുരുക്കുന്ന തകരയെന്ന് ഈ ആരോപണത്തെ വിലയിരുത്താൻ സാധിക്കുമോ? ഈ ആരോപണവും ആക്ഷേപവും ഒക്കെ ഉയർന്നിട്ട് മാസങ്ങളായി. അതിന് ഓരോ പ്രൊസീജിയറുണ്ട്. ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്ന പശ്ചാത്തലമുണ്ട്.
രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നോട്ടീസ് നൽകിയ പശ്ചാത്തലമുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ 3 അംഗ സമിതി അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. തീർച്ചയായും 3 അംഗ സമിതി ആയിക്കോട്ടെ, എത്ര അംഗ സമിതി ആയിക്കോട്ടെ, ഏതെല്ലാം കേന്ദ്ര ഏജൻസികളായിക്കോട്ടെ, അന്വേഷണം നടത്തട്ടെ. രാഹുൽ ഗാന്ധിയുടെ പേരിലും സോണിയാഗാന്ധിയുടെ പേരിലും ഹെറാൾഡ് കേസ് എന്തായി? അതുപോലെ ഈ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ചിദംബരത്തിന്റെയും കാർത്തി ചിദംബരത്തിന്റെയും പേരിലെടുത്ത കേസുകൾ, അങ്ങനെ പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും DK ശിവകുമാറിന്റെ പേരിലെടുത്തിട്ടുള്ള കേസുകൾ, DK ശിവകുമാർ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നതാണ്. അപ്പൊ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഇത്തരം ഏജൻസികളെ വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഇലക്ഷൻ അടുക്കുന്ന കാലത്ത് കഴിഞ്ഞ ആഴ്ച നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് രാഷ്ട്രീയമായിട്ട് ഒരാരോപണവും ഉന്നയിക്കാത്തത് കൊണ്ടാണ് ശബരിമലയിലെ ആൾ തിരക്കിനെ കുറിച്ചും അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കൗൺസിലറോ സോൾവ് ചെയ്യാവുന്ന ഒരു തറലേലത്തിന്റെ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ട് പോയത്. കാര്യം അത്രയ്ക്കും ആശയ ദാരിദ്ര്യമാണ് പ്രതിപക്ഷ കക്ഷികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാമ്പുള്ള ഒരു ആരോപണം പോലും തെളിയിക്കാൻ ഇത്ര വർഷമായിട്ട് ഈ 7 വർഷങ്ങൾക്കിടയിൽ ജയരാജ്, ഇവിടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്വകാര്യ കമ്പനി 1.72 കോടി രൂപ നൽകിയത് നിയമവിരുദ്ധം എന്ന് കണ്ടെത്തിയത് ആദായ നികുതി തർക്ക പരിഹാര ബോർഡാണ്. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരോ കേന്ദ്രത്തിലെ നേതാക്കന്മാരോ നേരിട്ട് അന്വേഷിച്ച് നൽകുന്ന ഒരു റിപ്പോർട്ടല്ലല്ലോ. ഈ ആദായ നികുതി ബോർഡ് അവരുടെ റിപ്പോർട്ടിനകത്ത് ഒരു പരാമർശം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരു പൂർണ്ണമായ റിപ്പോർട്ടൊന്നും ഈ 1.7 കോടി രൂപയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് വസ്തുത എന്നിരിക്കെ നമ്മൾ അങ്ങനെ ആദായ നികുതി ബോർഡ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകി എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും അബദ്ധമാണ് എന്നാണ് താങ്കൾ പറയുന്നത്. നമ്മൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കാര്യം ഈ ഇലക്ഷൻ വരെ അതിന് ആയുസുണ്ടാവും. എന്തെല്ലാം അന്വേഷണങ്ങൾ നമ്മൾ കണ്ടു. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ എന്തെല്ലാം ആരോപണങ്ങൾ കണ്ടു. ഈന്തപ്പഴ കുരുവിനകത്ത് കൊണ്ടുവരുന്നു, ഖുറാന്റെ പേജസിനകത്ത് കൊണ്ടുവരുന്നു, ബിരിയാണി ചെമ്പിൽ കൊണ്ടുവരുന്നു, കൈതോല പായൽ ചുരുട്ടുന്നു. ഇങ്ങനെ എന്തെല്ലാം ബേസ്ലെസ് ആരോപണങ്ങളാണ്. ഇതെല്ലാം പൊതുസമൂഹം തള്ളിക്കളഞ്ഞതാണ്. പൂർവാധിക ശക്തിയോടുകൂടി ഒരു ഗവൺമെന്റിനെ വീണ്ടും തെരഞ്ഞെടുക്കുകയാണ്. ആദ്യമായിട്ടാണ് കേരളത്തിലൊരു തുടർഭരണം ഉണ്ടാവുന്നത് തന്നെ. ഇത്തരം ആരോപണങ്ങളൊക്കെ പക്ഷേ ഈ സ്വർണം കടത്തിയവരെല്ലാം രക്ഷപ്പെടുക. അപ്പൊ അറ്റാഷ അടക്കമുള്ള ആളുകൾ സ്വതന്ത്രമായി അവരവരുടെ രാജ്യങ്ങളിൽ പോയതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് ഓരോ ഇലക്ഷൻ വരുമ്പോഴും താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ താങ്കൾ ഈ സൂചിപ്പിച്ച പോലെ താങ്കളുടെ രാഷ്ട്രീയ താല്പര്യവും എന്തുമായിക്കൊള്ളട്ടെ, സാധാരണ നിലയിൽ ഉള്ള ആളുകളല്ല ഇവിടെ ആരോപണ വിധേയർ എന്ന് താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഈ ഏതെങ്കിലും വ്യക്തി നിയമപരമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ എല്ലാ തെളിവുകളും അവശേഷിപ്പിച്ചിട്ടല്ല അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് വ്യക്തമാണ്. അന്വേഷണ ഏജൻസികൾ ചെല്ലുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ നിയമലംഘനത്തിൻ്റെ തെളിവുകൾ എന്നൊന്നും ഒരാളും നൽകാറില്ല. ഏത് കേന്ദ്ര ഏജൻസിയാണ് എങ്കിൽ പോലും, എത്ര ഉന്നത ഉദ്യോഗസ്ഥരാണ് എങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് അത്ര എളുപ്പവും ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതൊക്കെ പ്രാപ്യവുമാണ് എന്നാണോ താങ്കൾ കരുതുന്നത്? എത്രയോ വർഷങ്ങളായി നാഷണൽ ഹെറാൾഡ് കേസ് തുടങ്ങിയിട്ട് ഇതുവരെ എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ? നാഷണൽ ഹെറാൾഡ് കേസ് തുടങ്ങിയതിനു ശേഷം റോബർട്ട് വധേരയുടെ പേരിലുള്ള അതെ, താങ്കൾ പറയുന്നത് തീർച്ചയായും കോൺഗ്രസിനെതിരായ ഒരു കേസിനെ കുറിച്ചാണ് പറയുന്നത്. ആ കേസ് എന്ന് ആരംഭിച്ചുവെന്നും അതിനുശേഷം കേന്ദ്രത്തിൽ ആരൊക്കെ അധികാരത്തിലിരുന്നു എന്നും ഒക്കെ താങ്കൾക്കും ബോധ്യമുള്ളതാണല്ലോ. അത് മാത്രമല്ല, ഇപ്പം ജയ്ഷയുടെ കേസ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനുണ്ടായ അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചുള്ള കേസ്, 1000 കോടി രൂപയുടെ ആസ്തിയാണ് അമിത്ഷായുടെ മകനുള്ളത്. അപ്പൊ ഈ ആസ്തി എവിടുന്ന് വന്നു? ആരാണ് ഇത് സഹായിച്ചത്? ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണമില്ല, ഒരു കേന്ദ്ര ഏജൻസിയില്ല. രാഷ്ട്രീയ പകപോക്കലുകൾക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് സാങ്കേതികത്വം നിറയുന്ന എത്ര പരാതിയുണ്ട് അമിത്ഷായുടെ മകന് 1000 കോടിയുടെ സ്വത്ത് എന്നതുമായി ബന്ധപ്പെട്ട്? അത് വാസ്തവമാണല്ലോ. ഈ 1000 കോടി എനിക്കതറിയില്ല, എനിക്ക് വാസ്തവമാണോ എന്നറിയില്ല. കാരണം ഏതെങ്കിലും നേതാക്കൾ നമുക്ക് വസ്തുതയെ കണക്കാക്കാൻ പറ്റുന്നത്. ഞാൻ ഇപ്പോഴും സൂചിപ്പിക്കുന്നത് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. അമിത്ഷായുടെ മകനാകട്ടെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളാകട്ടെ, അവിടെയൊക്കെ ഈ രാഷ്ട്രീയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലല്ല. ഞാൻ അതുകൊണ്ടാണ് താങ്കളോട് ആവർത്തിച്ചത്, ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തൽ ഉണ്ട്.
ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ കണ്ടെത്തൽ അല്ല ഇത് എന്ന് ഞാൻ താങ്കളോട് ആവർത്തിച്ചു. കണ്ടെത്തലല്ല, ഒരു ആദായ നികുതി ബോർഡിന്റെ ഒരു കണ്ടെത്തലല്ല, അത് റിപ്പോർട്ടിലെ ഒരു പരാമർശം മാത്രമാണ്. ആ റിപ്പോർട്ട് പൂർണ്ണമല്ല. ആ റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം മാത്രമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഏത് ഏജൻസികളും വരട്ടെ, ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ, കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കട്ടെ. നമ്മൾക്ക് ഇതിനകത്ത് ഓപ്പൺ സ്റ്റാൻഡാണ്. അതിപ്പോ ആരുടെ മകളായാലും ഏത് മന്ത്രിയായാലും ഏത് ഇടതുപക്ഷക്കാരനാണെങ്കിലും അങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ സമീപനം. അതിനെ ധൈര്യപൂർവ്വം നേരിടുകയും അങ്ങനെയുണ്ടെങ്കിൽ ഇവര് കണ്ടുപിടിക്കട്ടെ. എത്ര നാളുകളായി ഇവിടെ കയറി ഇറങ്ങുന്നു, എന്തെല്ലാം കേസുകൾ. ഈ കേസുകളുടെ എല്ലാം നാൾ വഴികൾ നമ്മൾ പരിശോധിച്ചാൽ വരാൻ പോകുന്ന ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഇത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതല്ലേ വാസ്തവവും. ശ്രീ പ്രിന്റു, ഈ ആരോപണം തന്നെയാണ്. അതായത് ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയമായി മാത്രമായിരുന്നു ഇന്ന് നേതാക്കൾ ഇ പി ജയരാജനെ പോലെയുള്ളവർ, മുഹമ്മദ് റിയാസിനെ പോലെയുള്ളവർ ഒക്കെ നൽകിയത്. ഈ സബ്ജക്റ്റിലേക്ക് അവരാരും കടന്നില്ല. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സാമാന്യമായ സ്റ്റണ്ട് മാത്രമാണിത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേന്ദ്ര അന്വേഷണം. എന്ത് കേന്ദ്ര ഏജൻസി എന്നാണ് നേതാക്കളെല്ലാം ആവർത്തിച്ച് ചോദിച്ചത്. അതെ, നമ്മളത് കണ്ടതാണല്ലോ. കേരളത്തില് ഈ ആരോപണം ഉയർന്ന സമയത്ത് അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഒക്കെ വീണാ വിജയന് വേണ്ടി, പാർട്ടി മെമ്പർ പോലും അല്ലാത്ത വീണാ വിജയന് വേണ്ടി എത്ര ഗൗരവപരമായിട്ടുള്ള പ്രസംഗങ്ങളാണ് നടത്തിയത്. പ്രസ്താവന ഇറക്കി, പത്രത്തിലടക്കം പ്രസ്താവന. പാർട്ടി അംഗമല്ല എന്ന് കരുതി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിന് മറുപടി നൽകിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ രൂക്ഷമായി വിമർശിക്കില്ലേ? ഞാനൊന്ന് പറയട്ടെ. അതായത് ഈ ഇപ്പോഴത്തെ ഇന്ന് ROC കൃത്യമായിട്ട് നേരത്തെ CPM-ന്റെ പുതിയ ന്യായീകരണ ഡോക്ടർ വി ജയരാജ് ക്യാപ്സൂൾ ടൈപ്പുമായിട്ട് വീണ്ടും അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ നമ്മുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് ആണെങ്കിൽ ഈ ജയരാജ് പറഞ്ഞതിൽ ഒരു ലോജിക്കും ഞാൻ കാണുന്നില്ല. കാരണം ROC കൃത്യമായിട്ട് റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, നിയമവിരുദ്ധമായ കമ്പനി ആക്ട് പ്രകാരമാണ് എക്സാലോജിക് പ്രവർത്തിക്കുന്നത്. വഴിവിട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കുന്നത് പോലുള്ള സാഹചര്യങ്ങൾ ഈ കമ്പനി ആക്ടിനകത്ത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം മാത്രമല്ല, ഇവർ നേരത്തെ പറഞ്ഞതെന്താ, നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതെന്താ, ഇത് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള സുതാര്യമായിട്ടുള്ള ഇടപാടെന്നാണ്. ഇപ്പൊ നോക്കൂ, ഈ ROC വന്നതിന് ശേഷം KSIDC അടക്കം ഇതിലേക്ക് ആരോപണത്തിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ശരി, ഇപ്പൊ നോക്ക്, CMRL മാത്രമല്ലോ, KSIDC എന്താ, കേരള സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് മന്ത്രിയാണ്. 14% ഈ കേരളത്തിനെ, നമുക്കറിയാം ഇതിനകത്ത് കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ സേവനത്തിന് കിട്ടേണ്ട 4500 കോടി രൂപയുടെ ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. 1-2 രൂപയല്ല, ഈ 4500 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ CMRL അവരുടെ ചിലവ് കൂടുതൽ കാണിച്ച് ലാഭത്തെ കുറച്ചുകൊണ്ട് ആ കുറയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് KSIDC കിട്ടേണ്ട 14% നഷ്ടമായിട്ടുള്ളത്. അത് ഈ കേരളത്തിലെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ട പണമാണ്. ഈ പണത്തിന്റെ കമ്മീഷൻ ഇത് KSIDC CMRL-ഉമായിട്ട് ഒത്തുകളിച്ചതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായി അതിന് കിട്ടിയിട്ടുള്ള മാസപ്പടി കിട്ടിയത് വീണാ വിജയനാണ്. നമ്മൾ നോക്കണം, 1.74 കോടി രൂപ, 72 കോടി രൂപ എന്ന് പറയുന്നത് നോക്കണം. അത് ഒന്ന് എക്സാലോജിക്കിന് മാത്രമല്ല, വീണാ വിജയന് വ്യക്തിപരമായിട്ട് CMRL പണം നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാ? അത് കമ്പനി ആക്ടിന്റെ കൂടെ, അതായത് 5 ലക്ഷം വീതം എക്സാലോജിക്കിനും 3 ലക്ഷം രൂപ വീതം വീണാ വിജയനും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെ, കമ്പനി ആക്ടിൽ ഏത് നിയമപ്രകാരമാണ് ഇത് നടന്നത്? സത്യത്തിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്ന പച്ചയായിട്ട് കേരളത്തിൽ നടന്ന ഈ കടലാസ് കമ്പനിയെ മുൻനിർത്തി, വീണാ വിജയന്റെ കടലാസ് കമ്പനിയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കള്ളപ്പണ വെളുപ്പിക്കലാണ്. അതുകൊണ്ട് സംശയം വേണ്ട. അതിന്റെ ഫാക്ടുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 മാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സാധാരണ 4 മാസത്തിനകം ടൈം പീരീഡ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര അഫയേഴ്സ് മന്ത്രാലയം. 4 മാസം കൊണ്ട് ഇതിന്റെ സത്യം പുറത്തേക്ക് വരും. ഇതിനപ്പുറത്തേക്ക് കേരളത്തിലെ CPM-ഉം ഇവിടുത്തെ ജനങ്ങളെ കുറെ കാലങ്ങളായി ഈ ഒരു കുടുംബാധിപത്യം, കേരളത്തിൽ നോക്കൂ, കേരളത്തിന്റെ ആസൂത്രിതമായിട്ടുള്ള കൊള്ള സംഘം പിണറായി വിജയന്റെ കുടുംബവും കേരളത്തിന്റെ സകല സമ്പത്തും കൊള്ളയടിച്ചുകൊണ്ടുള്ള ദശകോടീശ്വരന്മാരാകുന്ന ഒരു പ്രവണത കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനവൽക്കരണ കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത്. കടലാസ് കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ പറയുന്നു, ഒരു CMRL-ന്റെ കേസ് മാത്രമല്ലല്ലോ, നമുക്കറിയാം ഡാറ്റ ചോർത്തൽ വിവാദം ഉണ്ടായി. സ്പ്ലാങ്കറുമായി ഡാറ്റ ചോർത്തൽ വിവാദം ഉണ്ടായ സമയത്ത് നമ്മൾ അന്ന് കേട്ട പേരുണ്ട്. ആ പേരാണ് ജെയ്ക്ക് ബാലകുമാർ. ആ ജെയ്ക്ക് ബാലകുമാർ ആരാ? വീണാ വിജയന്റെ മെന്ററാണ്. നമുക്ക് സ്പ്ലാങ്കർ വിവാദം വരുന്ന സമയത്തും ഡാറ്റ ചോർത്തൽ വരുന്ന സമയത്തും ഇപ്പോൾ ഈ CMRL-മായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്ന സമയത്തും IT സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്മാർട്ട് സ്കൂളുകൾ വരുന്ന സമയത്തും ആരോപണങ്ങൾ മുഴുവൻ വീണാ വിജയനിലേക്ക് എന്താ എത്തിച്ചേരുന്നു?
നമ്മൾ നോക്കണം. അത് മാത്രമാണോ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോ നമ്മൾ ഏകൈ വിവാദം ഉണ്ടായപ്പോഴും അത് എവിടെ നിന്നാണ് മകളിൽ നിന്ന് മകനിലേക്ക് എത്തി. അപ്പൊ കേരളത്തിൽ ആസൂത്രിതമായി ഒരു കുടുംബം, അപ്പൊ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ശിവശങ്കരൻ എന്താ പഞ്ചസാര മോഷണത്തിനാണ് ഇത് ഇന്നിപ്പോൾ, അതായത് ജയരാജ് മാത്രമല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത്. കോൺഗ്രസിന്റെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇതേ ആരോപണമാണ് ഉന്നയിക്കുന്നത്. താങ്കൾ ഈ സൂചിപ്പിച്ച സ്വർണ്ണക്കടത്ത് പോലെയുള്ള കേസൊക്കെ അന്വേഷിച്ചിട്ട് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആരായിരുന്നു ശിവശങ്കരൻ? ശിവശങ്കരൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സ്വർണ്ണക്കടത്ത് കേസ് അവസാനിച്ചെന്ന് ആരാ പറഞ്ഞത്? അത് സ്വർണ്ണക്കടത്ത് കേസിന്റെ അതുകൊണ്ടാണ് ശിവശങ്കരൻ ഇന്ന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, ജയിലറിയിക്കുന്ന ആത്മകഥ എഴുതേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് അവസാനിച്ചിട്ടില്ല, ലാവലിൻ അവസാനിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്നു, ഈ 1.72 കോടിയുടെയും ആരോപണങ്ങളോ അല്ലെങ്കിൽ ഒരു സാധാരണ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് നിങ്ങൾ കാണണ്ട. കേരളത്തിലെ വീണ വിജയൻ എന്ന് പറയുന്നത് ഒരു ദുരൂഹ കഥാപാത്രം കേരളത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഈ 2014 വരെ എക്സാലോജിക്കിന്റെ അവസ്ഥ എന്താ? ലാഭത്തിലായിരുന്നു. നിങ്ങൾ കണക്ക് പറയണം. 2016 മുതൽ എക്സാലോജിക്ക് എങ്ങനെയാണ് പിന്നീട് ലാഭങ്ങളുടെ ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ലാഭ കണക്കിലേക്ക് ഇതുമായി കടലാസ് പ്രസ്ഥാനം മാറിയത്? അപ്പൊ നോക്കൂ, ഇതൊരു CMR മാത്രമല്ല, കേരളത്തിൽ നിന്ന് 10,000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എക്സാലോജിക് മുഖാന്തരം. ഇവിടെയുള്ള കമ്പനികളിൽ നിന്ന് സർക്കാരിന് കിട്ടേണ്ട പണം ഇപ്പൊ നോക്കൂ. ഇപ്പൊ CMRL-ന് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, CMRL-ന് 14% നമ്മുടെ സർക്കാരിനുള്ള ഓഹരി അല്ലെങ്കിൽ സംസ്ഥാന വ്യവസായ വികസന വകുപ്പിനുള്ള ഓഹരി. ആ 14% പങ്ക് പറ്റാൻ സർക്കാർ സാധിച്ചു. അപ്പൊ ഇത് അഡ്ജസ്റ്റ്മെന്റാണ്. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയും കുടുംബവും കേരളത്തെ കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘമായിട്ട് മാറിയിരിക്കുന്നു. സത്യത്തിൽ വീരപ്പൻ പോലും തന്റെ മക്കളെ ഈ കൊള്ള സംഘത്തിൽ ചേർത്തിട്ടില്ല. വീരപ്പനല്ല നമ്മൾ കാട്ടുകൊട്ടക്കാരൻ എന്ന് പറയുന്നത്. സ്വന്തം മക്കളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമ്പത്ത് അടിച്ചു മാറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുന്നു. നോക്കൂ, ഇതിലിപ്പോ കോൺഗ്രസ്സുകാർക്ക് പൊള്ളും. കാരണം ശശീന്ദ്രൻ കർത്തയുടെ ഡയറിക്കകത്ത് RC ഉണ്ട്. ആരാ RC? KK ഉണ്ട്. ആരാ KK? അപ്പൊ RC-യും KK-യും TV-യും ഒക്കെ ഉണ്ട്. സത്യത്തിൽ CPM എത്തിച്ചേർന്നത് അവിടെ ശ്രീ പ്രിന്റു, എന്തായാലും അതിന് വസന്ത് തെങ്ങമ്പള്ളിയാണ് മറുപടി നൽകേണ്ടത്. എങ്കിൽ പോലും ഇതിപ്പോൾ ഈ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പ്രധാനമായും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്? അതായത് വിവിധ സംഘടനകളിൽ നിന്ന്, വ്യവസായികളിൽ നിന്ന്, വ്യാപാരികളിൽ നിന്നൊക്കെ പണം കൈപ്പറ്റും. പക്ഷേ അതിന് പൂർണ്ണമായും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായത്തിൻ്റെ ഫലമായി നൽകുന്നത് എന്ന് വിലയിരുത്താനാകുമോ? താങ്കൾ ഈ സൂചിപ്പിക്കുന്ന PV-യും RC-യും KK-യും ഒക്കെ ഇതിൽ തന്നെ പലരും, കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞതാണ്. അത് സംഭാവന എന്ന നിലയിലാണ് എന്ന് പറയുന്നു. അതിപ്പോൾ BJP-ക്കും പണം കണ്ടെത്താൻ സ്വന്തമായി ഏതെങ്കിലും സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. BJP ഏതെങ്കിലും സ്ഥാപനങ്ങളൊന്നും നടത്തുന്നില്ല. BJP-യും പാർട്ടി ഫണ്ട് കണ്ടെത്തുന്നത് ഇത്തരത്തിലൊക്കെയല്ലേ? നോക്കൂ, ഇതിനകത്ത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് പണം മേടിക്കുന്നത്? ഈ രാഷ്ട്രീയക്കാര്. കേരളത്തിന്റെ കരിമണൽ ഖനനം എന്ന് പറയുന്നത് പാരിസ്ഥിതിക മേഖലയ്ക്ക് ഏൽപ്പിക്കുന്ന പ്രത്യാഘാതം നമുക്കറിയാം. ഈ കരിമണൽ ഖനനം നിങ്ങൾക്ക് നടത്തണമെങ്കിൽ, ഞങ്ങളുടെ അനുവാദം വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മാസപ്പടി നൽകണം എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം. നിങ്ങൾ കേരളത്തിന്റെ പൊതുമുതലിനെ ചൂഷണം ചെയ്തോളൂ, കേരളത്തിന്റെ പാരിസ്ഥിതിക മാലിന്യത്തെ ചൂഷണം ചെയ്തോളൂ. ഞങ്ങൾക്ക് പണം തരണം എന്ന് പറയുന്നതിന് ഒരു ധാർഷ്ട്യമുണ്ടല്ലോ. ആ ധാർഷ്ട്യത്തിന് RC-യും KK-യും ഒക്കെ കൂട്ടുനിൽക്കുമ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കേരളത്തിന്റെ പൊതുമുതലും പൊതുസമ്പത്തും കൊള്ളയടിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറുകയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇടത് വലത്ത് കൂടെയാണ്. അതുകൊണ്ടാണല്ലോ സത്യത്തിൽ എന്തായാലും BJP വാങ്ങിച്ചിട്ടില്ല എന്ന് ഇത് നേരത്തെ ചർച്ച ചെയ്ത വിഷയമൊക്കെയാണ്. എങ്കിൽ പോലും ഇത്രയധികം ചർച്ചയ്ക്ക് വന്നുകൊണ്ട് BJP മേടിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ താങ്കൾക്കും സാധിക്കുമല്ലേ? തീർച്ചയായും. ഈ കർത്തയുടെ ഡയറിക്കകത്ത് ഈ പാരിസ്ഥിതിക സംഘടനയിൽ BJP ഡയറിയിൽ എന്തായാലും പേരിട്ടോ എന്ന് അറിയില്ല. ഡയറിയിലെ പേരുകളിൽ ഇതുവരെയും അങ്ങനെ ഒരു ഷോർട്ട് ഫോം കണ്ടില്ല. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. നമ്മൾ ഈ വിഷയം ഒരു പരിധിവരെ ചർച്ച ചെയ്തത് കൊണ്ടാണ് ശ്രീ വസന്ത്, ഇവിടെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. പക്ഷേ താങ്കൾക്കറിയാമല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. സാധാരണ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായെങ്കിൽ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ? കാരണം ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന് കീഴിൽ വരുന്നതാണ് എന്ന് താങ്കൾക്ക് തന്നെ അറിവുള്ള കാര്യമാണല്ലോ. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ അന്വേഷണം ആരംഭിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതൊരു സ്വാഭാവികമായ പ്രക്രിയയല്ലേ? അതിനപ്പുറത്ത് വളരെ പെട്ടെന്ന് ഒരു തെളിവുകളുമില്ലാതെ, ഞാൻ ആ ഉത്തരവിൻ്റെ പകർപ്പൊന്നും വായിക്കുന്നില്ല, അത് ഒരുപാട് സമയം കളയേണ്ടതില്ല എന്നതുകൊണ്ടാണ്
ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് തന്നെയാണ് ആ ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ അതൊരു സാങ്കേതികമായ നടപടിക്രമമല്ലേ? അങ്ങനെയല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കുക? അതിനെ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാൻ സാധിക്കുക? ശ്രീ അഭിലാഷ്, അതിൽ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരമുണ്ട്. നേരത്തെ ഇടത് പ്രതിനിധി, എനിക്ക് തോന്നുന്നത് ഇടത് പ്രതിനിധിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ചില റിപ്പോർട്ടുകൾ, അപൂർണമായ റിപ്പോർട്ടുകൾ, ആ അപൂർണമായ റിപ്പോർട്ടുകളുടെ പുറത്താണ് ഇവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ്. അതായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്താണ് എന്നറിയാത്തത് എന്റെ കുറ്റമല്ല. അത് 1961 IT ആക്ട് 244 പ്രകാരം രൂപം കൊണ്ട ഒരു ബോർഡാണ്. അതായത് അതൊരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. ആ അർദ്ധ ജുഡീഷ്യൽ ബോഡി റിപ്പോർട്ട് ആർക്കും സമർപ്പിക്കാൻ പോകാറില്ല. അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, റിപ്പോർട്ടുകൾ അത് വിധിയാണ്. മനസ്സിലാക്കുക. അതായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നിങ്ങൾ നേരത്തെ പറഞ്ഞ വീണ വിജയനെതിരെ നിങ്ങളുടെ വാദം അംഗീകരിച്ചാൽ തന്നെ പരാമർശമുള്ളത് എന്നത് അംഗീകരിക്കുന്നുണ്ട്. ആ പരാമർശമുള്ള അത് റിപ്പോർട്ടല്ല, അതൊരു വിധിയാണ്. ആ വിധിയുടെ പുറത്താണ് അന്വേഷണം നടക്കേണ്ടത്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട 5 മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, ഈ 1.72 കോടി രൂപ അത് കൈപ്പറ്റി എന്നതിന് നമുക്ക് എത്തിക്കലി അത് പ്രൂവ് ചെയ്യാം തെറ്റായിരുന്നു എന്ന്. നിയമപരമായി പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ തട്ടിപ്പിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരാണ് CPM-ഉം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും. അത് അവർ കൃത്യമായി ഇതിലും ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ 1.72 കോടി എക്സാലോജിക്കിന് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ കർത്തയുടെ കമ്പനി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ സർവീസിനാണ് എന്ന് പറഞ്ഞാൽ അതിൽ കേസില്ലല്ലോ. പക്ഷേ ആ സർവീസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നിടത്താണ് അതിനെ ലോജിക്കലി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഇവർ പറയുന്നത് എന്താണ്, ഇത് കൊടുത്തു, MS ഓഫീസ് കൊടുത്തു, സൂം കൊടുത്തു, വാട്സപ്പ് കൊടുത്തു, ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് എടുത്തു കൊടുത്തു. അതിനാണ് 1.72 കോടി രൂപ പ്രതിമാസം എക്സാലോജിക്കിന് കൈമാറിയത് എന്നാണ് ബാലൻ അടക്കമുള്ള, ബാലന് ഫേസ്ബുക്ക് ഏതാ വാട്സപ്പ് ഏതാണെന്ന് അറിയത്തില്ലാത്തൊരു മുതിർന്ന CPM-ന്റെ നേതാവാണ് എന്നിരിക്കട്ടെ. പക്ഷേ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ വരുന്ന DYFI നേതാക്കൾ പോലും വളരെ ആധികാരികമായി എന്ന് പറയുന്നത്, നോക്കൂ ഞങ്ങളുടെ എക്സാലോജിക് ഞങ്ങളുടേതാണ് പറയുന്നത് കേട്ടോ, ഞങ്ങളുടെ എക്സാലോജിക്ക് MS ഓഫീസ് എടുത്തു കൊടുത്തു. ചുമ്മാ MS ഓഫീസ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? 1.72 കോടി രൂപയുടെ MS ഓഫീസ് എവിടെയാണുള്ളതെന്ന് എനിക്കറിയില്ല. ചില DYFI സഖാക്കൾ എന്നോട് പറഞ്ഞത്, ഈ തിരുവനന്തപുരത്തൊക്കെ MS ഓഫീസ് പോലെ ഒരു ഓഫീസ് പണിയണമെങ്കിൽ െങ്കിൽ എത്ര രൂപയാകുന്ന അവസ്ഥ വിചാരിക്കുന്നതെന്നാണ്. അപ്പൊ ഈ രീതിയിലാണ് ഇവർ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്. രണ്ട് ഒരു മിനിറ്റ് അഭിലാഷ്, ഒരു 10 സെക്കൻഡ്. രണ്ട്, മസ്കറ്റ് ഹോട്ടലിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന CM രവീന്ദ്രൻ അന്നൊരു പേഴ്സണൽ മീറ്റിംഗ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അത് കേരളത്തിലെ കരിമണൽ സമ്പത്തിനെ പറ്റിയാണ്. അത് എന്താ പറയുന്നത്, കണ്ടെത്തിയാൽ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ കേരളം മറ്റൊരു ദുബായ് ആയി മാറും എന്ന് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ പ്രസംഗവും ഇതും തമ്മിൽ ബന്ധമെന്ന് ചോദിച്ചാൽ, ഈ കരിമണൽ കമ്പനിയുടെ മാനേജറായ MD ആയ മുതലാളിയായ കർത്തയുടെ അളിയൻ, നമ്മുടെ ഭാഷയിൽ അളിയൻ എന്ന് പറയുമല്ലോ, അതായത് പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ ഭാര്യ കർത്തയുടെ സഹോദരിയാണ്. അപ്പൊ നോക്കൂ എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ മുഴുവൻ ചുറ്റപ്പെട്ടിരിക്കുന്നത്. കരിമണൽ കർത്തയ്ക്ക് ആവശ്യമായ രീതിയിൽ ഇപ്പോ നമ്മുടെ മുമ്പിലുള്ളത് വീണ 1.72 കോടി മേടിച്ചു എന്നത് മാത്രമല്ല, സർക്കാരിന് കിട്ടേണ്ട ലാഭവിഹിതം അത് ഇല്ലാതാക്കി കാണിച്ചുകൊണ്ട് 14% ഗവൺമെന്റ് ഷെയറുള്ള, സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയറുള്ള കമ്പനിയുടെ വലിയ ഹ്യൂജ് പ്രോഫിറ്റ് അത് വകമാറ്റി സ്വന്തം പോക്കറ്റിലേക്ക് ആക്കിയത് വഴി 14% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 140-150 കോടി രൂപ വരും. കഴിഞ്ഞ മാസം പെൻഷൻ കൊടുക്കാനില്ലെന്ന് പറഞ്ഞ് കൈയും കെട്ടി നിൽക്കുന്ന സർക്കാരാണ് 150 കോടി രൂപ സർക്കാരിലേക്ക് എത്തേണ്ടത് മാറ്റിവെച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, കാലങ്ങളായി ഇൻസ്റ്റിറ്റ്യൂഷണൽ തട്ടിപ്പിൽ കുടുംബ ഒന്നു ചേർന്ന് നടത്തുന്ന പ്ലാനിങ്, തിരുട്ട് സംഘം എന്നൊക്കെ പറയത്തില്ലേ, ആ തിരുട്ട് സംഘമാണ് പിണറായിയുടെ കുടുംബം എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. എന്തായാലും ഞാൻ ചോദിച്ച ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് എങ്ങനെ പറയുന്നു എന്ന ചോദ്യത്തിന് താങ്കൾ മറുപടി നൽകിയില്ല. ആ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരും. അതിനു മുമ്പ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, അതായത് നേതാക്കളുടെ പ്രതികരണം ഒന്നും ഈ വിഷയത്തിലേക്ക് കടക്കാതെ രാഷ്ട്രീയത്തിൽ തന്നെ ഊന്നിക്കൊണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു ശരീരഭാഷയുണ്ട്, ഒരു നിസ്സാരവൽക്കരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അരുൺ ഉൾപ്പെടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതും ആണല്ലോ. അപ്പോൾ എന്താണ് ഇപ്പോൾ പുതിയൊരു നീക്കം എന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ഈ വിഷയം ചർച്ച ചെയ്തു. കേന്ദ്ര നീക്കം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അതിന് ആ പ്രാധാന്യം നൽകിയാൽ മതി, അവഗണിക്കണം ഈ ഇത്തരം അന്വേഷണം. കാരണം
കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണമാണ്. അതിന് ആ പ്രാധാന്യം നൽകിയാൽ മതി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലുള്ള ഈ അന്വേഷണം പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്ന വിലയിരുത്തലാണ് CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായത്. സംസ്ഥാന സെക്രട്ടറി തന്നെ കാര്യങ്ങൾ സംസ്ഥാന സമിതിയിൽ വിശദീകരിച്ചു. ഈ നീക്കം വീണ വിജയൻ എന്ന വ്യക്തിക്കെതിരെയല്ല, പകരം മറിച്ച് വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായി തന്നെ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഉള്ള ഗൗരവം ഇപ്പോഴത്തെ അന്വേഷണ നീക്കത്തെ, അന്വേഷണ തീരുമാനത്തിന് നൽകേണ്ടതാണ് CPMന്റെ വിലയിരുത്തൽ. നാളെ രാവിലെ 10:00 സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഈ വിഷയത്തിൽ പാർട്ടി നിലപാട് ഔദ്യോഗികമായി അറിയിക്കും. എങ്കിലും ഇതിനപ്പുറത്തേക്കുള്ള ഒരു വിശദീകരണമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലേ? തീർച്ചയായും രാഷ്ട്രീയ പ്രേരിത നിലപാടത്തിന് CPM ഉറച്ചു നിൽക്കും. നേരത്തെ വിവാദം വന്നപ്പോൾ തന്നെ ആ ഒരു നിലപാട് അവർ സ്വീകരിച്ചതാണ്. അന്ന് ചരിത്രത്തിലില്ലാത്ത വിധം അല്ലെങ്കിൽ അസാധാരണമായ വിധം വീണ വിജയൻ എന്ന വ്യക്തിക്ക്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് പിന്തുണയുമായി അവരെ പ്രതിരോധിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിനുശേഷം നേതാക്കളൊക്കെ അതിനെ പൂർണ്ണമായും അനുകൂലിച്ച് നിലപാടെടുക്കുകയും ചെയ്തു. അതുതന്നെയാണ് ഇപ്പോഴും CPM സ്വീകരിക്കുന്ന നിലപാട്. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള നീക്കമാണ്. അതിനെ ആ രീതിയിൽ മാത്രം നേരിട്ടാൽ മതി എന്നാണ് CPMന്റെ തീരുമാനം. എന്തായാലും CPM വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം ചർച്ച ചെയ്തു എന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ MK ഹരിദാസ്, അരുണിന്റെ റിപ്പോർട്ടിൽ താങ്കൾക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ സാധിക്കും. അത് മാത്രവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ടാണല്ലോ ആരോപണം ഉയർന്നിട്ടുള്ളത്. ഇവിടെ ഈ കോൺഗ്രസ് നേതാക്കളിൽ ഈ വിഷയത്തെ വിടാതെ പിന്തുടരുന്ന ഒരാളാണ് മാത്യു കുഴൽനാടൻ. നേരത്തെ നമുക്കറിയാം, അരുൺ സൂചിപ്പിച്ചതുപോലെ CPIM തന്നെ ഇതെല്ലാം സുതാര്യമായ നടപടിയാണ്, സേവനത്തിന് ലഭിച്ച പ്രതിഫലമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയും ആ തരത്തിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ വീണ വിജയന് തന്നെ പ്രതികരിക്കേണ്ടി വരും ഈ വിഷയത്തിൽ എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. അങ്ങനെയൊരു കുരുക്ക് മുറുക്കുന്ന സാഹചര്യം താങ്കൾ മുന്നിൽ കാണുന്നുണ്ടോ? ഒന്നുമില്ല അഭിലാഷ, ഇതൊക്കെ നമ്മൾ പറയില്ലേ, രാഷ്ട്രീയത്തിലെ ഗിമ്മിക്കുകളല്ലേ ഈ പറയുന്നത്. ഇപ്പോ പ്രിന്റു മഹാദേവൻ സംസാരിച്ച രീതി ആലോചിച്ച് കഴിഞ്ഞാൽ, അതായത് ഡയറിയിൽ ശശിധരൻ കർത്തായുടെ ഡയറിയിൽ പേരില്ല എന്നതിന്റെ പേരിൽ BJP ഒരു സംസ്ഥാനത്തും അവരെ പാർട്ടി ഫണ്ട് പിരിക്കുകയോ അവരുടെ നേതാക്കള് ഫണ്ട് ആരിൽ നിന്നും സ്വീകരിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ തമാശയായിട്ട് എനിക്ക് വേറെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJPയുടെ ആസ്തി ഏകദേശം 3 ഇരട്ടി ായിട്ട് വർദ്ധിച്ചു. ആസ്തിയുള്ള പാർട്ടി അല്ലെങ്കിലും അതെ, ഇനിയിപ്പോ 4-5 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുള്ളത് അത് അവർക്ക് സ്വന്തമായിട്ട് നോട്ടടി അല്ല സാർ, അതിപ്പോ അവർക്ക് സ്വന്തമായിട്ട് നോട്ടടിക്കാൻ അധികാരമില്ലാത്തിടത്തോളം കാലം അല്ല പറയാം അതിലേക്കാണല്ലോ വരണത്. പക്ഷെ താങ്കൾ പറഞ്ഞൊരു കാര്യം പറയണല്ലോ, താങ്കൾ ഡയറിയിൽ പേരുള്ളവരുടെ കാര്യം മാത്രം നമുക്ക് സംസാരിച്ചാൽ പറ്റില്ല. ഈ ശശിധരൻ കർത്ത ഒരു സമയത്ത് കോൺഗ്രസിന്റെ വക്താവായിരുന്നു. കോൺഗ്രസുമായിട്ട് അത്രയേറെ കോൺഗ്രസിലെ എല്ലാ പ്രശ്നങ്ങളും ശശിധരൻ കർത്തയുടെ ഡയറി അല്ലേ പ്രിന്റു, ഡയറിയിൽ വന്നിട്ടുള്ള പേരുകളല്ലേ, ഡയറിയിൽ വന്നിട്ടുള്ള പേരുകളെ കുറിച്ചിട്ടല്ലേ താങ്കൾ പറഞ്ഞത്. അപ്പൊ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല. ഇനി താങ്കൾക്ക് അവസരം വരുമ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെങ്കിൽ അങ്ങ് സൂചിപ്പിച്ചോളൂ. നോക്കൂ ശ്രീ അഭിലാഷ്, ഈ പ്രശ്നം ആസ് സൂൺ ആസ് പോസിബിൾ ഈ വീണ വിജയന്റെ മേൽ വീണിട്ടുള്ള ഈ കരിനിഴൽ മാറ്റേണ്ടത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആവശ്യമാണ്. ഇതിപ്പോ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തന്ത്രമായോ കുതന്ത്രമായോ വിശേഷിപ്പിച്ചിട്ട് ഇതിനെ ചെറുതാക്കി കാണിക്കേണ്ട ഒരു പ്രശ്നമല്ല. ഇവിടെ ആദ്യം സംസാരിച്ച ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് അങ്ങേയറ്റം വിയോജിപ്പ് പുലർത്തുകയാണ്. കാരണം ഒരു റിപ്പോർട്ടിൽ ഒരു പരാമർശമായിട്ട് അതിനെ കാണാൻ പറ്റില്ല. കാരണം അർദ്ധ ജുഡീഷ്യറി സ്ഥാപനമാണ് ഇൻകം ടാക്സ് ഇൻട്രീം ബോർഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അവിടെ കാണിച്ചിട്ടുള്ള 1,72,00,000 രൂപയുടെ വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് 5 മാസം സമയം കൊടുത്തിട്ടും ഒരു വരി പോലും വീണ വിജയന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ എക്സാജ് ലോജിക് എന്ന് പറയുന്ന കമ്പനി ഇല്ല, എന്നിരുന്നാൽ പോലും ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പൊ വിശദീകരണം കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അത് മാത്രവുമല്ല, ഈ കൊടുത്ത കമ്പനിയിൽ KSDCക്കുള്ള ഷെയറിനെ കുറിച്ചിട്ടും നമ്മൾ ആലോചിക്കണം. അപ്പൊ സർക്കാർ ഷെയർ ഉള്ള ഒരു കമ്പനിയുടെ തീർച്ചയായും ഞാൻ ആ ചോദ്യം താങ്കളിലേക്ക് വരണമെന്ന് തന്നെ കരുതിയിരുന്നതാണ്. അതും 14% ഓഹരി പങ്കാളിത്തം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 14% ഓഹരി പങ്കാളിത്തത്തേക്കാൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക ശ്രീ അഭിലാഷ്, ഈ മാത്യു കുഴൽനാടനെക്കാട്ടിന് മുമ്പ്
അച്ചട്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ നിരത്തിയിട്ട് ഈ ജെയ്ക്ക് ബാലകുമാറിന്റെ പേര് വരെ പറഞ്ഞ ഒരു പരേതനായ ഒരു സത്യസന്ധനായ രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു PT തോമസ്. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് പങ്കെടുത്ത അവസാനത്തെ നിയമസഭയിലെ ശ്രീ പിണറായി വിജയനോടായി ചോദിച്ച ചോദ്യങ്ങളാണ് പിന്നീട് ഇപ്പോൾ ഈ ഇൻട്രീം ബോർഡിന്റെ പേരിലായിട്ടും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനി കേസെടുക്കേണ്ട അവസ്ഥയിലേക്കും എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ സമയം തൊട്ട് ഈ കരുനിഴലിൽ നിൽക്കുന്ന ഈ കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യാതൊരുവിധ ക്ലാരിറ്റിയും ഈ കാര്യത്തിൽ കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. അതിവിടെ എടുത്തു പറയാതിരിക്കാൻ യാതൊരു തരവുമില്ല. ഈ സ്പ്രിംഗ്ലർ വിവാദമായാലും വൈദേഹം പ്രശ്നമായാലും AI ക്യാമറയായാലും K-ഫോൺ വിവാദമായാലും ബ്രഹ്മപുരം വിവാദമായാലും ജെയ്ക്ക് ബാലകുമാർ എന്ന മെന്ററുടെ പ്രശ്നമായാലും ഒക്കെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അടച്ചു മൂടി വെക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നുന്നില്ല. ഇപ്പോ ഇവിടെ താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ, എവിടെ എത്തി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം? ഇപ്പോൾ തന്നെ നാഷണൽ ഹെറാൾഡ് പോലെ പതിറ്റാണ്ടുകളായി തുടരുന്ന ചില കേസുകളേക്ക് ഉദാഹരിച്ചുകൊണ്ട് ഇതിന് മറതീർക്കാമല്ലോ. സ്വർണ്ണക്കടത്ത് മാത്രമല്ലല്ലോ, കരുവന്നൂരിലെ ഈ താഴേക്കട ഈ ചെറിയ നത്തോലികളി അല്ലാണ്ട് ഈ ED എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസി ആരെയാണ് പിന്നെ പിടിച്ചിരിക്കുന്നത്? നമ്മൾ വിചാരിച്ചു AC മൊയ്തീനെ ചോദ്യം ചെയ്യുന്നു, അവിടെയുള്ള സകല CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അവിടേക്കൊന്നും എത്താൻ നമ്മുടെ മുമ്പിലെ വലിയൊരു പിക്ചർ, അതായത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരുപാട് നേതാക്കൾക്ക് കരുവന്നൂർ സഹകരണ ബാങ്കുമായി നടന്ന തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ളൊരു ചിത്രം വരച്ചു വെക്കാനല്ലാതെ മുൻപോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഡോളർ കടത്ത് എന്തായി? ഒരു വനിത വളരെ പച്ചയായിട്ട് നിങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറഞ്ഞതല്ലേ, ഒരു ബാഗ് ഡോളർ ഇവിടെ നിന്ന് പിണറായി വിജയന് വേണ്ടിയിട്ട് ദുബായിക്ക് എത്തിച്ചത് ഞാനാണെന്ന് പറഞ്ഞിട്ടുള്ള ആ കേസിന്റെ അന്വേഷണം എവിടെയായി? അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംസ്ഥാനത്ത് വന്നിട്ട് നടത്തിയ അന്വേഷണങ്ങൾ എങ്ങും എവിടെയും എത്താത്ത സ്ഥിതിക്ക് കോൺഗ്രസ് ഈ പറയുന്നതിനോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ, നമ്മൾ പറയില്ലേ അന്തർധാരകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ട് ഒരു സ്വതന്ത്ര നിലയിൽ ചിന്തിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളെപ്പോലുള്ളവർക്ക് ഇതിലൊക്കെ ആശങ്കപ്പെടാം. കാരണം ഈ വീണ വിജയൻ എന്ന് പറയുന്ന സ്ത്രീ കേരളത്തിലെ സാധാരണ ഒരു നികുതിദായകയായ സ്ത്രീ അല്ല. അവരെ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതിനേക്കാൾ അവർ ഒരു മന്ത്രിയുടെ ഭാര്യയാണ്. അപ്പൊ അവർക്ക് നേരെയുള്ള കരിനിഴൽ നീക്കേണ്ടത് അവരും അവരുടെ ഭർത്താവും അവരുടെ അച്ഛനും അടങ്ങുന്ന ഇവിടുത്തെ സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരിന്റെ ചുമതലയായിട്ട് മാറിയിരിക്കുകയാണ്. അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ കേരള ഹൈക്കോടതി ധനകാര്യ വകുപ്പ് മന്ത്രി രാജിവെച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. താങ്കൾ ചോദിച്ചതിന് ഞാൻ പറയാം. ഈ കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരു പരാമർശത്തിന്റെ പേരിൽ കേരളത്തിലെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി രാജിവെച്ചു. എന്തായിരുന്നു ആ പരാമർശം? സീസറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണം എന്നൊരൊറ്റ വാക്കാണ്. കോടതിയിൽ നിന്ന് വിധി വന്ന് 2 മണിക്കൂറിനുള്ളിൽ KM മാണി രാജിവെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ സീസറിന്റെ ഭാര്യ എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി PWD മിനിസ്റ്ററുടെ ആയാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായാലും PWD മിനിസ്റ്ററുടെ ഭാര്യയായാലും അവർ സംശുദ്ധയായിരിക്കണം. അത് കേരളത്തിന്റെ കൂടി ആവശ്യമാണ്. ആ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഈ 1,72,00,000 രൂപ വാങ്ങിയിട്ടുള്ളത് സേവനം നൽകിയിട്ടാണ് എന്ന് തെളിയിക്കേണ്ട ചുമതല അവർക്ക് തന്നെയാണ്. അവർ പ്രതിദാനം ചെയ്യുന്നത്, അവർ ഇന്ന് നിലനിൽക്കുന്നത് ഒരു മന്ത്രിയുടെ ഭാര്യയായിട്ടാണ്, ഒരു മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള നിലയ്ക്ക് ഇത് സംസ്ഥാന സർക്കാരിന്റെ കൂടി ചുമതലയിൽ വരുമെന്നാണ് എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഇന്ന് ഒരുപാട് പേരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു ഈ ചർച്ചയ്ക്ക് വരും മുമ്പ്. അപ്പൊ സാധാരണക്കാരായവർക്കൊക്കെ പറയാനുള്ളത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കൂടി ബാധ്യതയാണ്. കാരണം പിണറായി വിജയനെ 2019 മാർച്ചിൽ ഖനനം നിരോധിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. കരിമണൽ ഖനനം നിരോധിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും ഈ നമ്മുടെ ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് ഇത്രയേറെ കരിമണൽ സ്വരൂപിക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അപ്പോൾ പിണറായി വിജയനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ 1,72,00,000 രൂപയുടെ സ്വാധീനം ചെലുത്തിയോ എന്ന് തെളിയിക്കേണ്ടതിന് സംസ്ഥാന സർക്കാരിന്റെ കൂടി ബാധ്യതയാണ്. സംസ്ഥാന സർക്കാരിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മകളിലൂടെ ഒരു പണമിടപാട് നടത്തിയോ എന്ന് പറയേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അഭിലാഷ്, യാതൊരു സംശയവുമില്ല.
അപ്പോ ഇത്തരത്തിലുള്ള കരിനിഴൽ നിർത്തിക്കൊണ്ട് ഇത് രാഷ്ട്രീയ വൈരം തീർക്കലാണ്, ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലാണ്, ഇലക്ഷൻ വരുമ്പോഴത്തെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നത്തെ ലഘൂകരിക്കരുത്. നമുക്ക് തോന്നും, അതായത് ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങൾ ഏകദേശം BJP ഭരിക്കുന്നുണ്ട്. അവിടെയൊക്കെ സൽഭരണമാണ് നടക്കുന്നത്, അവിടെ കള്ളപ്പണ ഇടപാട് നടക്കുന്നില്ല, അവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ സംശുദ്ധരാണ് എന്ന നിലയിൽ BJP ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റുകളെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുന്നതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഈ വിഷയത്തെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കേന്ദ്രത്തിൽ കേന്ദ്ര ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അങ്ങേയറ്റം വിശ്വസ്തമായ ഒരു സ്ഥാപനമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. എന്റെ 35 കൊല്ലത്തെ ഔദ്യോഗിക ജീവിതത്തിന്റെയും ബിസിനസിന്റെ പരിചയത്തിന്റെയും പേരിൽ പറയുകയാണ്, അവരുടെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു റിപ്പോർട്ടിങ്ങിൽ ഇത്തരത്തിലൊരു പരാമർശമുണ്ടെങ്കിൽ മാത്രവുമല്ലല്ലോ ഈ 1,72,00,000 രൂപയുടെ GST അടച്ചോ എന്നുള്ളൊരു വിഷയത്തിൽ അവസാനം GST അടച്ചു എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ബാലഗോപാലൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ GST അടച്ചിട്ടുള്ള ഒരു തുക കൈപ്പറ്റിയെങ്കിൽ അത് എന്ത് സേവനത്തിന്റെ പേരിലാണെന്ന് പറയാൻ എന്തിനാണ് ഇവർ മടിക്കുന്നത്? ഇവർ സ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് എക്സാലോജിക് എന്നാണ് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറ്റപ്പെട്ടിരിക്കുന്നു. അവർ എന്താണ് ഈ കരിമണൽ കമ്പനിക്ക് എന്ത് സോഫ്റ്റ്വെയർ ആണ് അവർ നൽകിയിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ സർവീസിംഗ് ആണ് എന്നാണ് താങ്കളടക്കം ചർച്ചകൾ പങ്കെടുത്തതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കാതിരുന്നത്. പക്ഷേ ഇപ്പോഴും ശ്രീ ജയരാജ്, പ്രസക്തമാകുന്ന ചോദ്യം ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇനിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരില്ലേ എന്ന്. അത് ഈ വിഷയം ഇതിനു മുമ്പ് പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ട ഘടകമുണ്ട്, സമയമുണ്ട്. അപ്പോഴെല്ലാം ഈ ഇന്റീരിയം ബോർഡിന്റെ അധികാര പരിധി സംബന്ധിച്ചായിരുന്നു ചോദ്യങ്ങൾ. ശരി, അതിനൊരു പരിധിയില്ല എന്ന ഇടതുപക്ഷത്തിന്റെ ആർഗ്യുമെന്റാണ് ശരിയെന്ന് തന്നെ കരുതുക. പക്ഷേ ഇപ്പോൾ അന്വേഷണത്തിന് വളരെ കൃത്യമായി ഉത്തരവിട്ടിരിക്കുന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് തന്നെയാണ്. അതിന് 3 ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. ആ 3 ഉദ്യോഗസ്ഥരുടെ പേര് സഹിതം ആ ഉത്തരവിൽ പറയുന്നുണ്ട്. അവരിൽ ഒരാൾ പോലും മലയാളിയല്ല എന്നത് വളരെ വ്യക്തമാണ്. അവർ ഏതൊക്കെ ഓഫീസുകളിൽ എന്തൊക്കെ ചുമതല വഹിക്കുന്നവരാണ് എന്നതും ആ ഉത്തരവ് വ്യക്തമാണ്. ആ ഉത്തരവൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇവിടെ KSIDC ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടില്ല. ഉത്തരവിൽ പറയുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ നോട്ടീസിന് മറുപടി നൽകിയിട്ടില്ല. ഉത്തരവിൽ പറയുന്നു. CMRL നൽകിയ മറുപടിയിൽ ഒരു വ്യക്തതയുമില്ല. ഈ വസ്തുതകളും മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴൊരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയമായി മാത്രമല്ല സാങ്കേതികമായ കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിന് രണ്ടിനും കൃത്യമായ മറുപടി നൽകേണ്ടി വരുന്നില്ല. ഒരു ഭാഗത്ത് കമ്പനി നൽകേണ്ടതും മറുഭാഗത്ത് രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയും CPIM നൽകേണ്ട മറുപടികളല്ലേ ഈ ചോദ്യത്തിലുള്ളത്? താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഈ പറഞ്ഞതുപോലെ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറഞ്ഞ ഒരു ന്യായമൊന്നും ഇവിടെ നടക്കത്തില്ലെങ്കിലും, അല്ലെങ്കിൽ അഗ്നിപരീക്ഷയൊന്നും നടത്താനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യം പറ്റത്തില്ലെങ്കിലും ചില കാര്യങ്ങളിൽ വ്യക്തമായ വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട്. അത് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ കണക്കോലെ ഒരുപാട് ആരോപണങ്ങളാണ് ഇതിന്റെ പുറകിൽ വരുന്നത്. മണി ലോണ്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണമാണ് BJPയുടെ പ്രിന്റു മഹാദേവ് പറഞ്ഞത്. ഏത് അർത്ഥത്തിലാണ് മണി ലോണ്ടറി ഒക്കെ നടന്നിട്ടുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് ഒരു ലേഖയില്ലാതെ ചുമ്മാതങ്ങ് ആകാശത്തേക്ക് വെക്കുന്ന വെടി പോലെ അങ്ങ് വെറുതെ അങ്ങ് വാരി വിതറുകയാണ്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് ഈ സീപോർട്ടും എയർപോർട്ടും ഒക്കെ തുച്ഛമായ വിലക്ക് വിറ്റ് തൊലച്ചിട്ട് അതിനകത്തുനിന്ന് ഫണ്ട് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവരുടെ പേരൊന്നും ഈ ഫണ്ട് വാങ്ങിയതിനകത്ത് ലിസ്റ്റിനകത്ത് ഉണ്ടാവാതിരിക്കല്. പിന്നെ കേരളത്തിൽ അവർ നെഗ്ലിജിബിൾ ആണല്ലോ, ഒരു MLA പോലും ഇല്ലാത്തൊരു പാർട്ടിയല്ലേ. അപ്പൊ പിന്നെ അവരെ കൺസിഡർ ചെയ്യണമെന്ന കാര്യമില്ല എന്ന് ഒരുപക്ഷെ ഇവരൊക്കെ കരുതിയിട്ടുണ്ടാവും. മേ ബി അതായിരിക്കാം മറ്റൊരു റീസൺ. ഈ കാര്യം പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തട്ടെ. ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തിയിട്ട് ഇവരുടെ വിശദീകരണങ്ങളൊക്കെ മേടിക്കട്ടെ. ഇപ്പൊ തന്നെ നമ്മൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കട്ടെ. നിയമപരമായ നടപടികൾ സ്വീകരിക്കട്ടെ. അതിനകത്തൊന്നും ആർക്കും അതിനകത്തൊന്നും ഒരു ഡിഫൻസും ഇല്ല. നിയമപരമായ നടപടികൾ സ്വീകരിക്കട്ടെ തന്നെയാണ് വിത്ത് ഓപ്പൺ ഹാൻഡ്സ് ആണ് പറയുന്നത്. അങ്ങനെ തന്നെ പോകട്ടെ, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ.
പക്ഷേ ആ സന്ദർഭം, ആ സമയം, ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഓരോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഇലക്ഷൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ വിഷയം കെട്ടടങ്ങുകയും പിന്നെ അടുത്ത വിഷയത്തിലോട്ട് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള നടപടികളുണ്ടാവും. ഇതൊന്നും ഉണ്ടയില്ലാത്ത വെടിയായിട്ട് അവസാനിക്കാതിരിക്കട്ടെ, എന്തെങ്കിലും കഴമ്പുണ്ടെ കണ്ടുപിടിക്കട്ടെ. നമുക്ക് അതിനകത്ത് 100% ഓപ്പണാണ്. കാര്യം ഒരു കള്ളം 100 ആവർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് ധരിക്കുന്ന കുറെ ആളുകളെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ശ്രീ ജയരാജ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണം ഉയർന്ന ഘട്ടമുണ്ട്. ആ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇതിനെല്ലാം ക്ലാരിറ്റി വരുത്താൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനമാണല്ലോ CPM-നുമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നൽകുന്ന മറുപടികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ GST-യുമായി ബന്ധപ്പെട്ട്, ഞാനത് കൂടുതൽ ചെയ്യാത്തത് ശ്രീ MK ഹരിദാസിന് അടക്കം അറിയാം, ഈ വിഷയമൊക്കെ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തതാണ്. പിന്നീട് അത് മാത്യു കുഴൽനാടനുള്ള മറുപടി എന്ന നിലയിലേക്ക് വരുന്നു, GST അടച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇതൊക്കെ വളരെ ട്രാൻസ്പെറൻ്റായി പൊതുസമൂഹത്തിനോട് പറയാൻ സാധിക്കും. കാരണം ഈ കഴിഞ്ഞ ദിവസമാണല്ലോ 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ആ സത്യവാചകത്തിൽ പറയുന്നുണ്ട്, ഒരു മന്ത്രി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ സ്വജനപക്ഷപാതപരമോ അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടോ നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ കുടുംബാംഗങ്ങളെ, അല്ലാതെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും ഒരു താല്പര്യവുമില്ല ഒരു മന്ത്രിയുടെയും കുടുംബാംഗങ്ങളെ ചർച്ചകളിലേക്ക് വലിച്ചിഴയ്ക്കാൻ. അവിടെയാണ് MK ഹരിദാസ് സൂചിപ്പിക്കുന്ന പോലെ ഈ പണം അത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണോ, വീണാ വിജയന്റെ അക്കൗണ്ടിലേക്കാണോ, അതോ ഈ സർക്കാരിന് തന്നെ ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി വരും. ഇതിനെല്ലാം വളരെ വളരെ അടുത്ത് തന്നെ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ, നമ്മൾക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ഭയമൊന്നുമില്ല. ഓപ്പണായിട്ട് തന്നെയാണ് ഇതിനെ സമീപിക്കുന്നതും. ഇനി വിശദീകരണം ചോദിച്ചു കഴിഞ്ഞാൽ വിശദീകരണം വ്യക്തമായിട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഓരോരോ ആരോപണങ്ങൾ ഇങ്ങോട്ട് നമ്മൾ മുന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഓരോന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ ഓരോ ആരോപണത്തിന്റെ പുറമെ അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ വേറൊരു ആരോപണം, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അടുത്ത ആരോപണം, അതിനടുത്ത് ഇപ്പൊ തന്നെ ബാഗേജിന്റെ കാര്യവും പൈസ കൊണ്ടുപോയ കാര്യമൊക്കെ പറയുന്നത്, അതൊന്നും ഇത് ആരാണ് ഇതൊക്കെ പറയുന്നത്? ഈ പറയുന്നതിന് വല്ല പ്രൂഫുണ്ടോ? ചുമ്മാതെ ഇന്ന ആൾക്ക് വേണ്ടി പൈസ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ബാലിശമായ ചില ആരോപണങ്ങൾ പലരും ഇപ്പോഴും അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഓരോന്നെടുത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഓരോന്ന് എല്ലാ ദിവസവും എക്സ്പ്ലെയിൻ ചെയ്യാനേ ഉണ്ടാവത്തുള്ളൂ സമയം. അതുകൊണ്ട് കൃത്യമായിട്ടൊരു ജംഗ്ഷൻ വരുന്നുണ്ട്, ഇതിനെല്ലാം വ്യക്തമായ മറുപടികൾ തരും എന്ന് തന്നെയാണ്. കാരണം ഇത് സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ രാഷ്ട്രീയപരമായിട്ട് ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പൊ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ നിയമപരമായിട്ട് നേരിടുന്നത് ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അതിന് മറുപടി നൽകുക എന്നതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഒന്ന് പറയുമ്പോൾ വേറൊരെണ്ണം പറയും, അത് കഴിയുന്നുണ്ട് വേറൊരു സാധനമാണ് പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓരോ എക്സ്പ്ലനേഷനും മറു എക്സ്പ്ലനേഷൻ ആയിട്ട് വരും. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ഡേറ്റ മൈനിങ്ങിന്റെ ഡേറ്റ തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലും ഇത് തന്നെയായിരുന്നു. പിന്നെ ഒരാൾ മെന്റർ ആണെന്ന് പറഞ്ഞിട്ട് ഒരാളിപ്പോ ആർക്ക് വേണമെങ്കിലും മെന്റർ ആവും. നമ്മളിപ്പോ ഇപ്പൊ എന്റെ മെന്റർ എന്തെങ്കിലും തെറ്റ് അല്ല, അതാണ് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചത്. ഒരു കമ്പനി രൂപീകരിക്കുന്നതിലോ അല്ലെങ്കിൽ അതിലൂടെ പണം കണ്ടെത്തുന്നതിലോ ഒന്നുമില്ല. പക്ഷേ ഈ മെന്ററുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അതെല്ലാം കണക്ട് ചെയ്യുമ്പോഴുമൊക്കെയാണ് ഈ മെന്റർ എന്ന പദവി ഒരാൾ വഹിക്കട്ടെ, അതിലൊന്നും തെറ്റില്ല. പക്ഷേ അതേതൊക്കെ ലിങ്കുകളിലേക്കാണ് പോകുന്നത് എന്ന് ഇനി ഞാൻ വിവരിക്കണമോ? അല്ല, ഇതൊരു ഏണി പാമ്പ് കളി പോലെയാണ്. ഇതിങ്ങനെ പോയി അങ്ങനെ പോയി വഴി കണ്ടുപിടിക്കുന്നത് പോലെ ഇതിങ്ങനെ പോയാൽ അങ്ങനെ എത്തും. നമ്മളെല്ലാം ഇത് ഹൈപ്പോത്തസൈസ് ചെയ്യുകയാണ്. ഇതിനകത്തൊന്നും കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഡിഫൻസ് എടുത്ത് വെച്ചേക്കാണ്. ആദ്യമേ ഡിഫൻസ് എടുത്ത് വെച്ചേക്കാണ്. ഇവർക്ക് തന്ത്രപരമായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതെല്ലാം ഇപ്പം സഹകരണ ബാങ്കിന്റെ കേസിലാണെങ്കിൽ അവരത് നേരത്തെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് അതിന്റെ മാർഗങ്ങൾ അറിയാം. അവർ തിരുട്ട് സാമ്രാജ്യമാണ്, അവർ കൊള്ളക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാതെ പൊതുസമൂഹത്തിനിടയിൽ ഇങ്ങനെ സംശയത്തിന്റെ ഒരു പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അതിന് അർഹമായ പ്രാധാന്യം കൊടുത്താൽ മതി. അല്ലാതെ അല്ലെങ്കിൽ ഇതിനെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ചയ്ക്കിടയിലാണ് DV അരുൺ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ തള്ളിക്കളഞ്ഞാൽ മതി എന്ന് CPIM തീരുമാനിച്ചിട്ടുണ്ട്. ജയരാജിന്റെ മറുപടിയിൽ എനിക്ക് തോന്നുന്നു അത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന്. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ എന്ന മട്ടിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് എന്തായാലും എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അല്ലല്ല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും
അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പെട്ടിക്കടക്കാരനെ വരെ വേട്ടയാടിയവരാണ് ഇപ്പോ നേതാക്കളുടെ കുടുംബത്തെ ആക്രമിക്കരുതെന്ന് പറയുന്നത്. നേതാക്കളുടെ കുടുംബത്തെ ആരും ആക്രമിക്കുന്നില്ല സാർ. ഈ തിരുട്ടു കുടുംബം എന്ന് വ്യക്തമായി തന്നെയാണ് പറഞ്ഞത്. ഒന്ന്, പിണറായി വിജയൻ, അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം RSS കാരൻ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസിലെ പ്രതി. തുടർന്നിങ്ങോട്ട് അനിതര സാധാരണമായ അഴിമതികൾ, ഈ പറയുന്ന ലാവലിനടക്കം എത്ര കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ, മന്ത്രിയായിരുന്നപ്പോ, മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഉയർന്നു വരുന്നു. അദ്ദേഹത്തിന്റെ മകൻ, ആ മകന്റെ ഭാര്യാപിതാവിനാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ട ഉപകരാറുകൾ. എത്ര ഉപകരാറാണ് അതിന്റെ അകത്ത് ഉണ്ടായതെന്ന് അഭിലാഷിന് അറിയാമല്ലോ. 8 or 9 ഉപകരാറുകളിൽ ഏറ്റവും അവസാനത്തെ ഉപകരാർ എത്തപ്പെട്ടത് മകന്റെ ഭാര്യാപിതാവിനായിരുന്നു. അമ്മ അച്ഛന് ഒരു ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി AI ക്യാമറയുമായി ഇറങ്ങി. 3 മകളിലേക്ക് വരുമ്പോ ഇതിനു മുമ്പും ഒരുപാട് ആരോപണങ്ങളുണ്ട്. പക്ഷെ ഈ ആരോപണത്തിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണുള്ളത്. 1.72 കോടി. അതെന്തിനു തന്നു? അതെന്തിനു കൊടുത്തു? ഇപ്പൊ പ്രിന്റു മഹാദേവിന്റെ ഈ പറയുന്ന മണി ലോണ്ടറിംഗ് ആക്ഷേപങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെക്കും. ഈ 1.72 കോടി രൂപ ഏത് സർവീസിനാണ് നിങ്ങൾ കൈപ്പറ്റിയത് എന്ന് പറയാമോ? അത് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന്ന് AK ബാലൻ അടക്കമുള്ളവർ, DYFI നേതാക്കൾ അടക്കമുള്ളവർ പറഞ്ഞതിനെ വിശ്വാസത്തിലെടുത്താൽ MS ഓഫീസിന് വേണ്ടിയാണത്, ഈ പറഞ്ഞ എക്സലിന് വേണ്ടിയാണ്, വേർഡ് പ്രസിന് വേണ്ടിയാണ്. ഇതിനൊക്കെ തമാശ പറയാതെ സീരിയസ് ഡിസ്കഷൻ ഇടയ്ക്ക് തമാശ പറയാതിരിക്കും. AK ബാലൻ അടക്കമുള്ളവരുടെ ന്യായീകരണം അതായിരുന്നു. അങ്ങ് ബൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. അല്ല പറയും 1 പോട്ടെ, അതെല്ലാം പോട്ടെ, അങ്ങ് തന്നെ പറയൂ 1.72. അതല്ലാതെ ഒരു മറുപടി ഉണ്ടോ ശ്രീ ജയരാജ്? ഞാനും അന്ന് ഈ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളാണ്. എനിക്കും ചില സോഫ്റ്റ്വെയറുകളുടെ പേരൊക്കെ കേട്ടപ്പോൾ അത്ഭുതം തോന്നിയിരുന്നു. പിന്നീട് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരും താങ്കൾ ഈ പറഞ്ഞ പോലെ തമാശ രൂപത്തിലാണ് എനിക്ക് മറുപടി നൽകിയത്. അല്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ, ഏത് സർവീസിലാണ്? ഈ 2 തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ. പറയൂ. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ അതിന്റെ സർവീസ് ഒരു കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ സർവീസ് അവര് വന്നാലും വന്നില്ലെങ്കിലും, നമുക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ടായാലും ട്രബിൾ ഇല്ലെങ്കിലും അവർക്ക് കൃത്യമായിട്ട് കൊടുത്തേ പറ്റൂ. അങ്ങനെയാണ് കരാർ ഒപ്പിടുന്നത്. അവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്താലും അങ്ങനെയാണ് ആ കരാർ. എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളുടെ കരാർ അത് തന്നെയാണ്. ട്രബിൾ ഷൂട്ടിംഗ് മാത്രമാണ് അവരുടെ ഇഷ്യൂ. അല്ലെങ്കിൽ ആദ്യത്തെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. അങ്ങ് നിയമം പഠിച്ച ആളാണ് അല്ലല്ലോ. അപ്പൊ ഞാൻ പറയാം, കേക്ക്. ഒരു കരാർ ഉണ്ടാക്കുമ്പോ, പ്രത്യേകിച്ച് ഒരു കമ്പനിയുടെ കരാർ ഉണ്ടാക്കുമ്പോ, ഞാൻ 3 വർഷം നിയമം പഠിച്ച ഒരാളാണ്. കമ്പനിയുടെ കരാർ ഉണ്ടാക്കുമ്പോ, പ്രത്യേകിച്ച് അതൊരു പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മെയിന്റനൻസ് ക്ലോസ് എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ടാവും. അതിൽ മെയിന്റനൻസ് നടത്തുന്നത് ആ കമ്പനിയുടെ ബാധ്യസ്ഥതയാണോ എന്നതിൽ ഉറപ്പായും എഴുതി രേഖപ്പെടുത്തും. ആ കമ്പനി മെയിന്റനൻസ് നടത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. അത് അന്വേഷണ പരിധിയിലേക്ക് വരും. അത് കേസുമായി കമ്പനിക്ക് മുമ്പോട്ട് പോവാം. ഇവിടെ എക്സാലോജിക് ഏത് സർവീസാണ് കൊടുത്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. കൂടുതൽ വർത്തമാനം പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് സർവീസ് കൊടുത്തു, ആ സർവീസിന്റെ മെയിന്റനൻസ് എത്ര കാലത്തേക്ക് നടത്തി, അതിനു വേണ്ടി ഇത്ര രൂപ കൈപ്പറ്റി, അത് പറയാമോ? അത് മാത്രം പറയാമോ? ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണല്ലോ. ഇതിനകത്തൊന്നും ഒരു വേറെ രീതിയിലുള്ള അണ്ടർഗ്രൗണ്ട് ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. ത്രൂ ബാങ്ക് ആണ്, വിത്ത് ടാക്സ് പെയ്ഡ് മണിയാണ്. ഇതെല്ലാം വളരെ സർവീസസിന്റെ ഡീറ്റെയിൽസ്. അല്ല, ഈ പണം നൽകിയതും അതിൽ GST നൽകിയതും ഒക്കെ നമ്മൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞു. അവിടെയൊന്നും സംശയമില്ല. അവിടെ താങ്കൾ ആർഗ്യുമെന്റ്, അതായത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള ആർഗ്യുമെന്റ് തള്ളിക്കളയും. എങ്കിൽ പോലും പ്രതിമാസം 8 ലക്ഷം രൂപ വെച്ച് നൽകുന്നു. അതിൽ 5 ലക്ഷം കമ്പനിക്ക്, 3 ലക്ഷം വീണ വിജയന് വ്യക്തിപരമായി. അങ്ങനെയാണല്ലോ ബാങ്ക് സ്റ്റേറ്റ്മെന്റും. ഇതിപ്പോ കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയല്ലേ. ഞാനൊരു 10-12 വർഷം വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളാണ്. അവരുടെ സോഫ്റ്റ്വെയർ സർവീസസ് കൊടുക്കുന്ന രീതികളും അതിന്റെ ഈ കരാർ ഒപ്പിടുന്നതും ഒക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓയിൽ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അവരുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് സർവീസ് കൊടുക്കുന്നതെന്ന് ഓരോ സ്ഥാപനങ്ങൾക്ക് ഓരോ രീതിയാണ്. അല്ലാതെ നമുക്ക് നിസ്സാരവൽക്കരിക്കുന്ന പോലെ MS ഓഫീസും വിൻഡോസും ഇൻസ്റ്റാൾ ചെയ്തിട്ട് പൈസ സംസാരിക്കുന്നത് ശരിയല്ല. എന്താണ് അവരുടെ ആവശ്യം? എന്താണ് നോട്ടീസിന് കൃത്യമായ മറുപടി നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ടോ? അതിനൊക്കെ വളരെ സിമ്പിളായ മറുപടികളല്ലേ ഇതൊക്കെ. നിയമാനുസൃതമാണ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. അവരുടെ വിശദീകരണം തീർച്ചയായിട്ടും ഉണ്ടാവും. അവർക്ക് എന്താണ് വേണ്ടുന്നത്?
ഒരു കരിമണൽ ഖനനം നടത്തുന്ന ഒരു കമ്പനിക്ക് എന്താണ് അവരുടെ സോഫ്റ്റ്വെയറിന്റെ നീഡ്, ആ സോഫ്റ്റ്വെയർ കൊണ്ട് എന്താണ് അവർ മിനിമം അത് CMRL-എങ്കിലും പറഞ്ഞു ധരിപ്പിക്കാൻ പറ്റണ്ടേ? ഇങ്ങനെയുള്ള സേവനങ്ങൾക്കാണ് നൽകിയത്, ഇന്ന സേവനങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചതെന്ന് CMRL പറയണ്ടേ? അതുപോലും പറഞ്ഞിട്ടില്ല എന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാകുന്നത്. ഞാൻ പറയട്ടെ, ചിലപ്പോൾ ടൈലേഡ് ആയിരിക്കും, കസ്റ്റമൈഡ് ആയിരിക്കും. അതിനൊക്കെ അവർ പറയുന്ന കോസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതാണ്. അല്ലാതെ അവർക്ക് അതിനകത്ത് നെഗോഷിയേഷൻസ് ഒന്നുമില്ല. ഇതിനകത്ത് നെഗോഷിയേഷൻസ് ഇല്ല ഈ ഒരു ഫീൽഡില്. ശരി ശരി, റൈറ്റ്. ശ്രീ വസന്ത് തുടരൂ. അല്ല, പ്രതിമാസം 8 ലക്ഷം രൂപ വരുന്ന ഏത് സോഫ്റ്റ്വെയർ ആണ് എന്നൊന്ന് അറിഞ്ഞാൽ എനിക്ക് കൊള്ളാം. അതാണല്ലോ ജയരാജ് സൂചിപ്പിച്ചത്. CMRL എന്ന് പറഞ്ഞാൽ അവിടെ കോടിക്കണക്കിന് ബിസിനസ് നടക്കുന്ന ഒരു കമ്പനിയാണ്. പൈറേറ്റ്, അതായത് ആരെങ്കിലുമൊക്കെ കടന്നു കയറാനോ കൊള്ളയടിക്കാനോ ഒക്കെ സാധ്യതയുള്ള സോഫ്റ്റ്വെയറുകളായിരിക്കാം അവിടെ ഉപയോഗിക്കുന്നത്. CCTV വെച്ചതിനാണ് എന്ന് കൂടി ഇനി പറഞ്ഞാൽ പൂർണ്ണമാവും. അല്ല, അതേ സോഫ്റ്റ്വെയർ എന്ന് പറയാതിരിക്കുന്നു പറഞ്ഞു. പിന്നെ എന്തിനാണ് നിങ്ങളുടെ എക്സാലോജിക്ക് സ്പെഷ്യലൈസ് നിങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കണം? അതാണ് ഞാൻ പറഞ്ഞത്. സീരിയസ് ആയിട്ടൊരു ഡിസ്കഷൻ അതിനെ ആ ലെവലിൽ കൊണ്ടുപോകും. ഈ സീരിയസ് ആയ ഡിസ്കഷനിൽ ഈ ജയരാജന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഈ പുതിയ പഠന കണ്ട് എനിക്ക് ചിരിയ വരുന്നത് അദ്ദേഹത്തിന്റെ ന്യായീകരണം കേട്ടിട്ട്. അദ്ദേഹം എന്ത് ലോജിക്കുള്ള ന്യായീകരണം ഇപ്പൊ പറഞ്ഞു. ഞാനത് എന്റെ ഒരു അവസരം വേണ്ടി പറയാന്ന് വിചാരിച്ചു, പക്ഷെ ഇടപെട്ടത് ശരിയാണ്. ശ്രീ അഭിലാഷ്, ബഹുരസം എന്താണെന്ന് ചോദിച്ചാൽ ഈ കമ്പനിയുടെ പേര് എക്സാലോജിക് എന്നാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ന്യായീകരിക്കുന്നവർ യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ CCTV വെക്കാനാണ്, സെക്യൂരിറ്റി ഗാർഡിനെ വെക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് പറയുന്നത്. ഭയങ്കര ലോജിക്കലും ഭയങ്കര ബുദ്ധിമാനും നിയമമെല്ലാം അരച്ചു കലക്കി കുടിച്ച സംസ്ഥാന സെക്രട്ടറി മെമ്പർ പറഞ്ഞതാണ്, SFI നേതാക്കൾ പറഞ്ഞതാണ്. ചാനൽ ചർച്ചകൾ കേരളത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഡോക്ടറിന് ഞാനത് വാട്സാപ്പിൽ അയച്ചു തരാം. AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അയച്ചു തരാം. അപ്പൊ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അങ്ങ് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അതെന്റെ അങ്ങയുടെ തെറ്റാന്ന് ഞാൻ കാണുന്നില്ല. അതിനുശേഷം ഞാൻ അയച്ചു തരാം. അത് പോട്ടെ. വാർത്താ സത്യത്തിൽ ഇല്ലാത്താണെന്ന് തോന്നുന്നു പിണറായിയുടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രശ്നം. കേൾക്കൂ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, അങ്ങ് തന്നെ പറയുന്നു ഇപ്പൊ വിശദീകരണം കൊടുക്കും. കമ്പനീസ് 206 വകുപ്പ് പ്രകാരം സ്വാഭാവികമായും ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് CMRL-നും KSIDC-ക്കും ഈ വീണ വിജയനും ഒക്കെ ഒരു നോട്ടീസ് സെർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ നോട്ടീസിന് ഒന്നെങ്കിൽ വിശദീകരണം കൊടുക്കാത്തതിനാൽ, അതിനോട് പ്രത്യുത്തരിക്കാത്തതിനാൽ, അല്ലെങ്കിൽ അവർക്ക് തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തത് കൊണ്ടാണ് അന്വേഷണത്തിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വിശദീകരണം ഇനി കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്ന വിശദീകരണം സ്വാഭാവികമായും ഈ അന്വേഷണ ഏജൻസിക്ക് ആദ്യമേ കൊടുത്തിരുന്ന ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതാണ് പ്രശ്നം. രണ്ട്, പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ഇന്ത്യ എന്നുള്ളതായിരുന്നെങ്കിൽ ഇന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോർ പിണറായി ആൻഡ് മകൾ, പിണറായിക്കും മകൾക്കും വേണ്ടിയുള്ള പാർട്ടിയായി CPM അധപതിച്ചിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ. അതുകൊണ്ടാണ് ഒരു പേപ്പർ കമ്പനിയുടെ ബലത്തിൽ സർക്കാരിലേക്ക് വന്നു ചേരേണ്ട 14% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 100-150 കോടി രൂപ അത് വക മാറ്റി സ്വന്തം പോക്കറ്റിലേക്ക്, പിണറായിയിലെ കുടുംബത്തേക്ക്, ധർമ്മടത്തിലെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി അങ്ങനെ ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിന് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഉത്തരം പറയുന്നത്. അതായത് സെറ്റിൽമെന്റ്. ആ സെറ്റിൽമെന്റ് സ്വാഭാവികമായും സംശയിക്കപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലൈഫ് മിഷൻ കേസ് എടുത്തു നോക്കും. ലൈഫ് മിഷൻ കേസിൽ അതിലാണല്ലോ ഇപ്പൊ CM രവീന്ദ്രൻ ഉള്ളിൽ കടക്കുന്നുവെന്ന് പ്രിന്റു പറയുന്നത്. ലൈഫ് മിഷൻ കേസിൽ ആ ലൈഫ് മിഷന്റെ ചെയർമാൻ അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാഭാവികമായും ഒരു അന്വേഷണം, ഒരു ആരോപണം വന്ന് അതിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ ലൈഫ് മിഷന്റെ ചെയർമാൻ അതിൽ പ്രതി ചേർക്കപ്പെടണം. ആ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും എല്ലാ അഴിമതികളും നടന്നുവെന്ന് അന്വേഷണ ഏജൻസി തന്നെ കോട്ട് ചെയ്യുന്നത് ഈ ലൈഫ് മിഷൻ ചെയർമാന്റെ ഓഫീസിലാണ്. ലൈഫ് മിഷൻ ചെയർമാന്റെ ഓഫീസ് എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസ് ആണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരത്തെ അങ്ങ് പറഞ്ഞ മമ്മൂട്ടി സിനിമാ സെറ്റിലേക്ക് കൈ ഉയർത്തി കാണിച്ചു പോകുന്നത് പോലെ അന്വേഷണ ഏജൻസിയുടെ മുമ്പിലേക്ക് പോയ CM രവീന്ദ്രൻ, ആ രവീന്ദ്രൻ ഇരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആ ഓഫീസിൽ അന്വേഷണ ഏജൻസി തെളിവെടുപ്പിന് എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് തെളിവെടുപ്പിന് എത്താത്ത? അതായത് റിപ്പോർട്ട് സമർപ്പിച്ച, കുറ്റപത്രം സമർപ്പിച്ച, നിങ്ങൾ നേരത്തെ വലിയ അഭിമാനത്തോട് കൂടി പറഞ്ഞ ഒരാളെ ജയിലിലിട്ട കേസിൽ സംഭവം നടന്ന പ്ലേസ് ഓഫ് ഒക്കുറൻസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അന്വേഷണ ഏജൻസി എത്തിയില്ല.
മൂന്ന്, വളരെ കൃത്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ആരോപണങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടേക്ക് എത്തുന്നു, വെറുതെ എത്തുകയായിരുന്നില്ല. ഡിയർ റെസ്പെക്ടഡ് നരേന്ദ്രമോദി എന്ന് തുടങ്ങി യുഎസ് ഫെയ്ത്ത്ഫുള്ളി പിണറായി വിജയൻ എന്ന് അവസാനിപ്പിച്ച ഒരു ലെറ്ററിൽ പിണറായി വിജയൻ വിളിച്ചു വരുത്തിയ അന്വേഷണ ഏജൻസികൾ അങ്ങനെ തന്നെ പറഞ്ഞു. ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ഇവിടെ നിന്ന് നാട് കടന്നു. എന്തുകൊണ്ട്? അതിനെന്തുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകാത്തത്? സഹകരണ വകുപ്പ് മന്ത്രി തന്നെ ആയിരുന്ന AC മൊയ്തീൻ സഹകരണ സ്ഥാപനത്തിൽ 500 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ട് അദ്ദേഹത്തെ പലകുറി ചോദ്യം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടി അതിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വരെ മുമ്പോട്ട് പോയ അന്വേഷണ ഏജൻസി പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുകയാണ്. ആ ട്വിസ്റ്റ് MK കണ്ണനിലേക്ക് പോകുന്നു. MK കണ്ണനിൽ നിന്ന് അത് ആ ബാങ്കിൽ തൂക്കാൻ വന്ന ചേച്ചിയിലേക്ക് പോയി ആ അന്വേഷണം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വലിയ ട്വിസ്റ്റ് പ്രിയരാണ്. അവർക്ക് ട്വിസ്റ്റുകളോടാണ് താല്പര്യം. ആദ്യം അങ്ങനെ ഒരു ട്വിസ്റ്റ് ഈ അന്വേഷണത്തിലും ഉണ്ടാകുമെന്നാണോ താങ്കൾ കരുതുന്നത്? ഒരു സംശയം വേണ്ട. ഞാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ ശ്രീ പ്രിന്റു, അതിന് താങ്കളാണ് മറുപടി നൽകേണ്ടി വരുന്നത്. കേന്ദ്ര ഏജൻസികൾക്ക് ഉള്ള അധികാരപരിധി സംബന്ധിച്ചൊന്നും സംശയമില്ല. പക്ഷേ ഈ അന്വേഷണത്തിന് മുൾമുനയിൽ നിർത്തിയാൽ മാത്രം പോരാ, അവർ കുറ്റക്കാരാണ് എന്നുകൂടി കണ്ടെത്തണം. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു വിഷയത്തിലും കണ്ടെത്തലിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അങ്ങനെ പറയുന്നു സാർ. ഇപ്പോ നേരത്തെ തന്നെ വസന്ത് ചെങ്കമ്പള്ളി പറഞ്ഞല്ലോ, നമ്മളുടെ പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഒക്കെ നിയന്ത്രിച്ചിരുന്ന ആള് ഇന്നെവിടെയാണ്? അദ്ദേഹം കേരളത്തിലെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി അന്വേഷിച്ചതിന്റെ ഫലമായിട്ടല്ലോ അദ്ദേഹം ഇന്ന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 2, കരുവന്നൂരും സ്വർണ്ണക്കടത്തുമൊന്നും അവസാനിക്കാത്ത ചാപ്റ്ററാണ്. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇവിടെ ഈ നമ്മള് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരാം. ഒന്ന്, ഈ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ അഡ്രസ്സ് AKG സെന്ററിന്റെ അഡ്രസ്സാണ്. അതൊരു പ്രശ്നമാണ് ജയരാജ് സാർ. രണ്ടാമതൊരു കാര്യം, വീണ വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളാണ്. മൂന്നാമതൊരു കാര്യം, റിയാസിന്റെ ഭാര്യയാണ്. നമ്മുടെ പൊതുവാരത്ത് റിയാസിന്റെ ഭാര്യയാണ്. ഈ 3 ഫാക്ടറുകളും നിലനിൽക്കുമ്പോൾ CMRLന്റെ ഈ കൺസൾട്ടൻസി ഏജൻസിയിൽ ആര് വരുന്നു? വീണ വിജയൻ വരുന്നു. അവരുടെ കയ്യിൽ നിന്ന് 1,72,00,000 രൂപ കൈപ്പറ്റുന്നു. ഇതിലെ ലോജിക്ക് ഇപ്പോൾ ഈ ജയരാജ് സാറിന് എന്താ മനസ്സിലാവാത്തത്? നിങ്ങൾ മനസ്സിലാക്കണം. ഈ KSIDC എന്ന് പറയുന്ന അതിന്റെ വ്യവസായ വകുപ്പ് അത് കൈകാര്യം ചെയ്ത ഇടതുപക്ഷ മന്ത്രിയാണ്, രാജീവാണ്. രാജീവ് അറിയാതെ എങ്ങനെയാണ് ഈ പദ്ധതി? ഞങ്ങൾക്ക് കേരളത്തിലെ മന്ത്രിമാർ ഇത്രയും വിഡ്ഢികളാണോ? ഇപ്പൊ CMRL ഒരു കണക്ക് പറഞ്ഞാൽ ആ കണക്ക് അതേപടി വിശ്വസിച്ചിട്ട് ഞങ്ങൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അത്രമാത്രം ഈ മണ്ടന്മാരാണ് കേരളത്തിലെ മന്ത്രിമാർ, ഇവിടുത്തെ ഭരണ സംവിധാനം ഒക്കെ. അപ്പൊ സത്യത്തിൽ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. പ്രബുദ്ധരായ ജനങ്ങളെ, ഇത് ഒത്തുകളിയാണ്. CMRLും KSIDCയും പിണറായിയുടെ ഓഫീസും ചേർന്നുകൊണ്ടുള്ള ക്ലിഫ് ഹൗസും ചേർന്നുകൊണ്ടുള്ള മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ടുള്ള അഴിമതി കേരളത്തിൽ നടത്തുന്ന വലിയ തീവട്ടിക്കൊള്ളയാണിത്. ഈ തീവട്ടിക്കൊള്ളി പറയുമ്പോൾ ഞങ്ങൾ പിണറായിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നു, വീണ വിജയനെ ആക്രമിക്കുന്നു, മുഹമ്മദ് റിയാസിനെ ആക്രമിക്കുന്നു എന്നുള്ള ബാലിശമായ ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കേണ്ടത്. നോക്കൂ, കേരളത്തിൽ EMS നമ്പൂതിരിപ്പാട് ഭരിച്ചില്ലേ? അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ? അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ EK നായനാർ ഭരിച്ചിട്ടില്ലേ? ആരെങ്കിലും നായനാരുടെ കുടുംബത്തിന് നേരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? ഇപ്പോ VS അച്യുതാനന്ദന്റെ കുടുംബത്തിനെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ എന്തുകൊണ്ട് പിണറായി വിജയനും കുടുംബവും ഈ ഒരു ആരോപണത്തിന്റെ മുൻപിൽ നിൽക്കേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ശ്രീ ഹരിദാസ്, ഞാനും സമയം ഇടപെടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? കൃഷ്ണകുമാർ നായനാരുടെ മകനെ പറ്റിയിട്ടും ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ഞാൻ പറയട്ടെ, ഞാൻ വ്യക്തിപരമാണ്. ഞാൻ പറയാം, നായനാരെ പറഞ്ഞെ കുറിച്ചും ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പിണറായി വിജയന്റെ മകൾ, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പിണറായി വിജയന്റെ മകളെ 2016 മുതൽ ഇതുവരെയുള്ള കേരളത്തിലെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട എല്ലാ അഴിമതികളിലും ഈ പിണറായി വിജയന്റെ മക്കളുടെ പേരുണ്ട്. നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ഭരണകൂടം തന്നെ സാധാരണ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവെ കാണാറ് ഈ കുടുംബ ഭരണത്തിനും കുടുംബാധിപത്യത്തിനും എതിരാണ് എന്നുള്ളതാണ്. സത്യത്തിൽ CPMന്റെ പൊളിറ്റ് ബ്യൂറോ ആയിട്ട് പിണറായി വിജയൻ മാറിയിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ആ പൊളിറ്റ് ബ്യൂറോ കേരളത്തിൽ യഥാർത്ഥ പൊളിറ്റ് ബ്യൂറോ പിണറായി വിജയൻ ആകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരൊക്കെ ഇപ്പൊ ന്യായീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ജയരാജൻ ന്യായീകരിക്കാതെ വെച്ച് നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സത്യത്തിൽ ഈ അഴിമതി ആരോപണങ്ങളുടെ കുടുംബാധിപത്യം CPMനെ ഈ തിരുട്ട് കുടുംബം കേരളത്തിന്റെ പൊതുസമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റുന്നത് കണ്ട്
ആ സമയത്ത് നിങ്ങൾ ഹെറാൾഡിനെ കുറിച്ചും കരിമന്നിനെ കുറിച്ചും പറഞ്ഞ് ഇതിനെ ലഘൂകരിച്ച് കാണരുത്. കേരളത്തിൽ നടക്കുന്ന ഈ പറയുന്ന കുടുംബത്തിന്റെ, പിണറായിയുടെ കുടുംബത്തിന്റെ തീവെട്ടിക്കൊള്ളയ്ക്ക് അറുതി വരാൻ പോവുകയാണ്. 4 മാസം നമ്മൾ പേര് പറഞ്ഞു. അതായത് ഈ ഇന്റീരിയം ബോർഡിന്റേത് അതെന്തുമാകട്ടെ, അതിന് അധികാരപരിധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പക്ഷേ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഇതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തുമെന്ന് തന്നെ താങ്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അല്ലെ? തീർച്ചയായും അതുകൊണ്ട് ടൈം പീരീഡ് വെച്ചിട്ടുണ്ടല്ലോ. അതെ, 4 മാസം. 4 മാസം നമ്മൾ കാത്തിരുന്ന്. ശരി, ശ്രീ ഹരിദാസ്, ഞാൻ താങ്കളിലേക്ക് വരുന്നത്, നമുക്കിതിൽ രാഷ്ട്രീയം പറയുന്നതിനേക്കാൾ അത് സ്വാഭാവികമായും ഈ പാനലിലെ മറ്റു 3 പേർ അവർ വളരെ കൃത്യമായി രാഷ്ട്രീയ പ്രതിനിധികളാണ്. താങ്കൾക്കും ഒരു സംഘടനയുണ്ടെങ്കിൽ പോലും ഇതിലിപ്പോൾ ഈ KSIDC കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതൊരു ഗുരുതരമായ വിഷയമായി മാറുന്നില്ലേ? അതായത് സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തം ഇതിലൊരു ക്രമക്കേട് ഉണ്ട് എന്ന് വായിച്ചെടുക്കേണ്ടി വരുന്നില്ലേ? അതിന് ഞാൻ ഉത്തരം പറയുന്നതിനെക്കാട്ടിലും മുമ്പ് ഈ കരിമണൽ ലോബിയുടെ ഈ മഹാരാജാവ്, ഈ ശശിധരൻ കർത്ത അനധികൃതമായി കേരളത്തിൽ നിന്നും കരിമണൽ കടത്തുന്ന കാര്യം ഇവിടെ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോ കോൺഗ്രസ് പ്രസ്ഥാനമോ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സി അഭിലാഷേ? അവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ പേരും കുഞ്ഞാലിക്കുട്ടിയുടെ പേരുമൊക്കെ അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സംസാരിച്ച ശ്രീ പെൻഡു പറഞ്ഞു, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാക്കുന്ന ഒരു വസ്തു കുഴിച്ചെടുക്കുമ്പോൾ അത് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടുകൂടി നിയമവിധേയമല്ലാതെയാണ് അത് ചെയ്യുന്നത് എന്ന് വരികിൽ ഈ പ്രതിപക്ഷത്തിന് ഇവിടെ യാതൊരു ധർമ്മവുമില്ലേ? അതിനുത്തരം ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധിയെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കണം. പിന്നെ ശ്രീ കോൺഗ്രസ് പ്രതിനിധിയോടാണ് ഞാൻ പറയുന്നത്, ഈ കരുണാകരൻ്റെ മകളുടെ സ്വത്തും ഈ കരുണാകരൻ്റെ മകൻ്റെ സ്വത്തുമൊക്കെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ അവർ MP ആയിരുന്നത് കൊണ്ടോ ശ്രീ പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ വഴിക്ക് വന്നതാണെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പണം കൊണ്ട് അധികാരം നേടുക, അധികാരം കൊണ്ട് പണം ഉണ്ടാക്കുക, അതിൽ നിന്നൊന്നും കേരളം ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയും പുറകോട്ട് പോയിട്ടില്ല ശ്രീ അഭിലാഷ്. ആ ഒരു തത്വത്തിൽ ഊന്നി വേണം നമ്മൾ സംസാരിക്കാൻ. കാരണം ഇവിടെ എല്ലാ മുഖ്യമന്ത്രിമാരുടെ മക്കളെ കുറിച്ചിട്ടും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊക്കെ കുറെ ആരോപണങ്ങളൊക്കെ തേച്ചുമാച്ച് കളയാൻ അതാത് രാഷ്ട്രീയ പാർട്ടിക്കുള്ള സ്വാധീനം കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് സാധിക്കാതെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ചില അന്തർധാര, ഒരു മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഉണ്ടായ ആരോപണത്തെക്കുറിച്ചിട്ടുള്ള ആരോപണം തേച്ചുമാച്ച് കളഞ്ഞത് ഒരു മന്ത്രിക്കെതിരെ ഹൈക്കോടതി എടുക്കാൻ പോകുന്ന കേസിനെ കുറിച്ച് അത് കേസ് പിൻവലിപ്പിച്ചിട്ടാണെന്ന് എനിക്കിവിടെ പറയണമെന്നുണ്ട്. പക്ഷെ ഞാനായിട്ട് ആ പ്രശ്നത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ആ മുഖ്യമന്ത്രി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിന്, വീണ വിജയൻ വാങ്ങിയ 1.72 കോടി രൂപയുടെ ചുവട് പിടിച്ചിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് സംസ്ഥാനത്തിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് ആണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഊന്നി പറയുന്നു, ഇനി ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയേണ്ടത് വീണ വിജയനോ അല്ലെങ്കിൽ എക്സാജ് ലോജിക് എന്ന് പറയുന്ന കമ്പനിയോ അല്ല, അത് പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പ്രശ്നം കൊണ്ട്. അതിലെ പഴയ വിജയനാണെങ്കിൽ ഞാൻ മറുപടി പറയുമായിരുന്നു. ഇപ്പൊ പുതിയ വിജയനായിട്ട് അത്തരത്തിലുള്ള വിരട്ടലുകളുടെ വാക്കുകൾ കൊണ്ടൊന്നും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഈ മുഖ്യമന്ത്രി 2016 അധികാരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു കാണുക മാത്രമല്ല, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ അതിനെ കാണുള്ളൂ. കാരണം ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയ അന്ന് 2016 മെയ്, ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 21 22 അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ അങ്ങ് അഭിലാഷ് ഞാൻ ഒന്ന് തിരിച്ചു പറയുകയാണ്. അതായത് എന്റെ പേര് പറഞ്ഞു വരുന്ന ചില അവതാരങ്ങൾ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാനോ ഈ ഭരണത്തിനെ നാറ്റിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരിച്ച് ഭരണത്തിന്റെ ഇടനാഴികളിൽ കയറി ഭരണത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അത്തരത്തിലുള്ള അവതാരങ്ങളെ കൊണ്ടല്ല പിന്നീട് ചീത്തപ്പേരുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കൊണ്ടാണ്, അത് അദ്ദേഹത്തിന്റെ മകളെ കൊണ്ടാണെങ്കിൽ ആ ചീത്തപ്പേര് ഇല്ലാതാക്കേണ്ടത് വീണ വിജയന്റെ ആവശ്യത്തെക്കാൾ ഇന്ന് പിണറായി വിജയന്റെ ആവശ്യമായി ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻട്രീം സെറ്റ് തീർച്ചയായിട്ടും എന്താ അത്ര സംശയമുള്ളത്? നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് ഈ വ്യവസായ വകുപ്പിലത്തെ
ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് വ്യവസായ വകുപ്പാണ്. ഇപ്പോഴതിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായ രാജീവാണ്. ഇന്ന് നിങ്ങളുടെ മൈക്കിന്റെ മുമ്പിൽ നിന്നൊക്കെ ഓടിപ്പോകുന്ന ചിത്രങ്ങൾ കണ്ടു. ആരെ ഈ ബാലനായാലും ഈ രാജീവായാലും മറുപടി പറയാതെ. അതുകൊണ്ടൊന്നും ഈ പ്രശ്നം അവസാനിക്കില്ല. ഈ കേസ് അവസാനം ഉണ്ടാവാൻ പോകുന്നത് ഒന്നുമല്ല. അത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യം LDFന് വേണ്ടി ഇവിടെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇതൊക്കെ വെറും നമ്മൾ പറയില്ലേ, ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന കുറച്ച് സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് പുകമറകൾക്കപ്പുറം ഇതൊന്നും യാതൊരുവിധ അറ്റവും കാണാത്ത കേസുകളായിട്ട് ഇവിടെ പോവും. സ്വാഭാവികമായിട്ട് കേരളം കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം കേരളത്തിൽ നടന്നിട്ടുള്ള അഴിമതി പോലെ കേരളത്തിന്റെ വിസ്തൃതിയുള്ള മറ്റൊരു സംസ്ഥാനത്തും നടന്നിട്ടില്ല. എന്നിട്ട് ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കെ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ്. അതും സുപ്രീം കോടതി അദ്ദേഹത്തിന് ശിക്ഷിച്ച വിധിയുടെ 3 മാസത്തിൽ കേവലം 12-13 ദിവസം ഒരു പഞ്ചനക്ഷത്ര ആസ്പത്രിയിൽ ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം സുഖമായിട്ട് പുറത്തു വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം ആര് ഭരിക്കുമ്പോഴാണ് എന്നുള്ളതും കൂടി ആലോചിച്ച് നോക്കണം. അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് അച്യുതാനന്ദൻ ഇൻട്രസ്റ്റ് എടുത്തൊരു കേസിലാണ് അദ്ദേഹത്തെ അകത്താക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം. ആ ബോധം മുന്നോക്ക കമ്മീഷൻ ആയതിനേക്കാൾ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ ശ്രീ അച്യുതാനന്ദനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന് ഞാനിവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പങ്കെടുക്കുന്ന വക്താവിനോട് അല്ലെങ്കിൽ പാനലിസ്റ്റിനോട് പറയുകയാണ്. അച്യുതാനന്ദന് മറ്റേ കേടാണ് പറയാം. എനിക്ക് ഈ ചാനൽ ചർച്ചയുടെ മുമ്പിൽ ഇരുന്നിട്ട് പോലും പറയാൻ മടിയുണ്ട്. മറ്റേ കേടാണ് എന്ന് വിളിച്ചു പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ചിട്ട് യാതൊരുവിധ സദാചാര ബോധവും ഇല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് മന്ത്രിയാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഈ കെ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തിയെ മുന്നോക്കക്ഷേമ കോർപ്പറേഷന്റെ ചെയർമാനാക്കിക്കൊണ്ട് അദ്ദേഹത്തെ വാഴിക്കാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല. അപ്പൊ രാഷ്ട്രീയത്തിൽ അന്തർധാരയൊക്കെ നിലനിൽക്കുന്ന കാരണം കൊണ്ട് കരുവന്നൂർ കേസായാലും അത് നത്തോലികൾ ചെറിയ മീനുകളിൽ ഒതുങ്ങും. അതുപോലെ തന്നെ ഈ ഡോളർ കടത്തി എന്ന് പറയുന്ന കേസായാലും എവിടേക്ക് എത്താൻ പോകുന്നില്ല. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസും എവിടേക്ക് എത്താൻ പോകുന്നില്ല. നാളെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു പുതിയ അന്വേഷണവുമായിട്ട് കേന്ദ്രത്തിലെ ഒരുപാട് ഏജൻസികളുണ്ട് ഇത്തരത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ. പിന്നെ ശ്രീ പ്രിന്റു മഹാദേവനോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. സർ, ഞാനും ശിവശങ്കരനും കൂടി പങ്കെടുത്ത ഈ ന്യൂസ് 18 പങ്കെടുത്ത ഒരു ചർച്ചയിലെ അങ്ങേയറ്റം വാദപ്രതിവാദം ഞാനായിട്ടല്ല, കോൺഗ്രസിന്റെ നേതാവും കോൺഗ്രസിന്റെ പ്രതിനിധിയും LDFന്റെ പ്രതിനിധിയും ശിവശങ്കരനും കൂടി നടന്ന വാദത്തിൽ അവസാനം ശിവശങ്കരൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ED എന്ന് പറയുന്ന പ്രസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം 3% കേസുകൾക്കാണ് കോടതിയിൽ നിന്ന് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത്. 11% കേസുകളാണ് കോടതിയിൽ എത്തിക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്തിട്ട് ED വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഈ ചർച്ചയിൽ ഈ മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെ നാളെ ജയിലിൽ അടയ്ക്കുമെന്നോ പിണറായി വിജയൻ രാജിവെക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ട് ഊറ്റം കൊള്ളേണ്ട. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ അതിന്റെ നിലയ്ക്ക് നടക്കും. അത് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതിൻ്റെതായ രീതിയിൽ ഇവരൊക്കെ പണസമ്പാദനത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. അതൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ നികുതിദായകരെ ആനന്ദ നിർവൃതിയിലാണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യം, പ്രത്യേകിച്ച് കേരളത്തിലെ ജനാധിപത്യം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ അനുവദിക്കണം. പാർട്ടി പറഞ്ഞത് കേൾക്കുന്ന ഒരു പിണറായി വിജയൻ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അതിൽ നിന്ന് പിണറായി വിജയൻ പറയുന്ന പാർട്ടിയായിട്ട് CPM മാറിയതോടുകൂടി തന്നെ ഇത്തരത്തിൽ തൻ്റെ മകൾക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ തേച്ചുമാച്ച് കളയാനുള്ള എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പിണറായി വിജയന്റെ കയ്യിലുണ്ട്. കാരണം അദ്ദേഹത്തിന് അതൊക്കെ തേച്ചുമാച്ച് കളയാൻ പോകുന്ന ഒരു വലിയ എന്നാ പറയേണ്ടത് അങ്ങേയറ്റം പ്രാപ്തിയുള്ള ഒരു സംഘം അദ്ദേഹത്തിന്റെ കീഴിലുണ്ട്. അത് മാച്ച് കളഞ്ഞ് നാളെ വീണ വിജയൻ ഇവിടുത്തെ ഇടതുപക്ഷ പാനലിസ്റ്റ് പറഞ്ഞു അഗ്നിശുദ്ധി വരുത്തിയിട്ട് തന്നെ പുറത്തേക്ക് വരും. സീസറിന്റെ ഭാര്യ പരിശുദ്ധയായി തന്നെ നമ്മുടെ മുഹമ്മദ് യാസിന്റെ ഭാര്യ പുറത്തേക്ക് വരുമെന്നുള്ള വിശ്വാസമാണ് എനിക്ക് ശ്രീ അഭിലാഷ് ഉള്ളത്. എന്തായാലും ഈ ചർച്ചയടക്കം ആ കാലഘട്ടത്തിലൊക്കെ അവർക്ക് ട്രോളാനുള്ള അവസരമായി മാറുകയും ചെയ്യട്ടെ. ഞാൻ ശ്രീ വസന്ത്, താങ്കൾ വളരെ പെട്ടെന്ന് എന്തായാലും ശ്രീ ഹരിദാസ് താങ്കളെ കൊണ്ടൊരു മറുപടി പറയിപ്പിക്കണമെന്ന് പറഞ്ഞാണ്. നമ്മളൊരു പാനൽ എന്ന നിലയിൽ അങ്ങേയറ്റം സൗഹൃദത്തോടെയും ആണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി മാത്രം അതിനെ കണ്ടാൽ മതി. വ്യക്തിവൈരാഗ്യമൊന്നും നമ്മുടെ ചർച്ചയിൽ ആവശ്യമില്ല. വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ടാകും, കാഴ്ചപ്പാടുണ്ടാകും. വളരെ പെട്ടെന്ന് എനിക്ക് ഒരിക്കൽ കൂടി എന്തായാലും ശ്രീ ജയരാജിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ല അദ്ദേഹത്തിനുള്ള ഉത്തരവ് ഇതാണ്. അതായത് എല്ലാ കാലത്തും വളരെ കൃത്യമായി ഈ പറയുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അവരുടെ കുടുംബങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ വീടിന്റെ അപ്പുറത്ത് തട്ടുകാട് നടത്തുന്ന ചേട്ടനെ വരെ ആരോപണം നിലയിൽ
നിഴലിൽ നിർത്തിയിട്ടുണ്ട്. അതുപോലെയാണല്ലോ വി എസ് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിനെതിരെ ആരോപണം വന്നതും ആ ആരോപണത്തിന് പിന്നിൽ CPM ആണെന്നും അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ആണെന്നും പലരും പാടി നടന്നതും നമ്മൾ മറന്നിട്ടില്ല. പക്ഷെ ഈ കേസിൽ ആരോപണമല്ല ഉള്ളത്, മറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 61 നിയമപ്രകാരം രൂപീകരിച്ച ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ കണ്ടെത്തലാണുള്ളത്. അവിടെയാണ് പ്രശ്നം ഗുരുതരമാകുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസവും. ശ്രീ ജയരാജ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിനെയെല്ലാം രാഷ്ട്രീയമായ ആക്ഷേപങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം ഇങ്ങനെ മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ വശമങ്ങ് മാറ്റിവെക്കാം. പക്ഷെ ഇപ്പുറത്ത് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് KSIDCയും കൂടി കടന്നു വരികയാണ്. സ്വാഭാവികമായും അതൊരു സർക്കാർ സംവിധാനമാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെയും താങ്കളുടേതുമൊക്കെയാണ്. മറ്റെല്ലാം മറന്നേക്കൂ, എനിക്ക് ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ നികുതിപ്പണം കൂടി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം ഒരു അഴിമതിയുടെ ഭാഗമാണോ എന്നറിയാനുള്ള റൈറ്റില്ലേ? അപ്പോൾ ചുരുങ്ങിയ പക്ഷം വ്യവസായ വകുപ്പെങ്കിലും ക്ലാരിറ്റി വരുത്തേണ്ടതല്ലേ ഈ ആരോപണങ്ങൾ? ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ വ്യവസായ വകുപ്പ് അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടെങ്കിലല്ല. വളരെ കൃത്യമായി KSIDC എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ആ ഉത്തരവ് വായിച്ചു നോക്കിക്കൊള്ളൂ. ഉണ്ടെങ്കിലല്ല, ഉണ്ട്. ഓക്കെ, KSIDC ആരോപണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ട് എങ്കിൽ തന്നെ അതിന്റെ വ്യക്തമാക്കേണ്ടത് വ്യവസായ വകുപ്പാണ്. അതിനെക്കുറിച്ച് വേറൊരു കാര്യം, നമ്മൾ കുറെ അധികം കോൺസ്പിറസി തിയറീസ് ഇന്ന് കേട്ടു. അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിമാരെല്ലാരും ആരുടെയും പേരിൽ അഴിമതി ആരോപണം, ആരുടെയും കുടുംബത്തിന് കൊണ്ട് കാണാൻ പറ്റില്ലായിരിക്കും. വളരെ കൃത്യമായി KSIDC എന്ന് പറയുന്നുണ്ട്. പറഞ്ഞുകൊള്ളൂ. ഓക്കെ, അതിന്റെ മറുപടി കൃത്യമായിട്ട് തരും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ EMSന്റെ മരുമകന്റെ പേരിലാണെങ്കിലും EK നായനാറിന്റെ മകന്റെ പേരിലാണെങ്കിലും VS അച്യുതാനന്ദന്റെ മകന്റെ പേരിലാണെങ്കിലും അതിനുശേഷം വന്ന എല്ലാ മുഖ്യമന്ത്രി അതിനുശേഷം വന്ന പിണറായി വിജയന്റെ മകന്റെ പേരിലാണെങ്കിലും ഓരോരോ കാലത്ത് ഓരോരോ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാം ക്ലിയറായി തന്നെ പോയിട്ടുമുണ്ട്. എല്ലാ അഴിമതികളിലും ആരെങ്കിലും പ്രത്യേകിച്ച് ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നുമല്ല. നമ്മൾ ഈ നേരത്തെ ഈ ചാനലിന്റെ ഒരു സ്വകാര്യ ചാനലിന്റെ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കാണാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അദ്ദേഹം പറഞ്ഞത് കണക്കുപോലെ എല്ലാം ഒരു ഡൂംസ് ഡേയിലോട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. ഇതിനകത്ത് കല്ലും നെല്ലും ഒക്കെ തിരിയും. ഇതിനകത്ത് പതിരും ഒക്കെ നമ്മൾ തിരിഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് കണക്കുപോലെ എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും അങ്ങനെയല്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. എന്താണ്, അതായത് പലപ്പോഴും ഇപ്പോൾ PT തോമസ് നേതാവ് ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്നേ. അതിന്റെ സാഹചര്യം എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ CMRL ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് കൂടുതൽ രാഷ്ട്രീയമായ നേട്ടമെന്ന് കോൺഗ്രസിന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് PT തോമസിന് ലഭിക്കാത്ത പിന്തുണ ഒരു പക്ഷേ ഇപ്പോൾ മാത്യു കുഴൽനാടന് ലഭിക്കുന്നത്. ഒരുപക്ഷെ വസന്തതൊന്നും അംഗീകരിച്ച് നൽകണമെന്നില്ല. പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക്, എനിക്കും അത്രയൊന്നും കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷേ ഹരിദാസിനെ പോലെയൊക്കെ ഉള്ളവർ വർഷങ്ങളായി ഈ കേരളത്തിന്റെ രാഷ്ട്രീയം അനുഭവിച്ചറിയുന്നവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പരിമിതിയുണ്ട്, കുറേയേറെ കാര്യങ്ങൾ വായിച്ചേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് പുതിയ കാലഘട്ടത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള എൻ്റെ പരിമിതിയാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതുകൊണ്ട് നമ്മൾ അരാഷ്ട്രീയവാദത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. എല്ലാ മുന്നണികളും ഒരുപോലെയാണ്, അല്ലെങ്കിൽ എല്ലാ ഭരണവും ഒരുപോലെയാണ്, എല്ലാ സർക്കാരുകളും ഒരുപോലെയാണ്. എല്ലാവരും ഇവിടെ കൈയിട്ട് വാരുകയാണ്. പൊതുജനത്തിന്റെ ഫണ്ട് കൊള്ളയടിക്കുകയാണ്, അല്ലെങ്കിൽ നികുതി പണം കൊള്ളയടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അടച്ചാക്ഷേപിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഈ കാലകാലങ്ങളിൽ ഇപ്പം പിണറായി വിജയൻ, അപ്പൊ VS അച്യുതാനന്ദന്റെ കാലമായിരുന്നു ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നായനാരായിരുന്നു ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പിന്നെ അച്യുതമേനോനായിരുന്നു ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ PKV ആയിരുന്നു ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്ന ആളുകൾ അങ്ങനെയല്ല ശ്രീ താങ്കൾക്കറിയാമല്ലോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് ബാലകൃഷ്ണപിള്ളയാണ് എന്ന് താങ്കൾക്കറിയാം. മറ്റ് നിരവധി ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജയിൽ ശിക്ഷയിലേക്ക് കടന്നിട്ടില്ല. അതെ, അദ്ദേഹത്തിന് ആ ശിക്ഷ വാങ്ങിക്കൊടുത്തത് ആരാണ്? VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം പ്രസ്ഥാനത്തിനപ്പുറത്ത് വ്യക്തിപരമായി കൂടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ കേസ് പിന്തുടർന്നത്, സുപ്രീം കോടതിയിൽ ഉന്നതനായ അഭിഭാഷകനെ കൊണ്ട് വാദിപ്പിച്ചത് എല്ലാം VS ആണ്. അങ്ങനെ VSന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ VS നടത്തിയ പോരാട്ടത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ അതേ ഇടതുപക്ഷത്തിന്റെ
ബാലൻസ് പത്രം അല്ലെങ്കിൽ പിന്തുടർച്ചക്കാർ ഇരിക്കുന്ന സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മുന്നോക്ക ക്ഷേമത്തിൻ്റെ അധ്യക്ഷനാക്കി മാറ്റുന്നു? എന്താവശ്യം? അങ്ങനെ ഒരാളെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടത് എന്ത് യോഗ്യത? എന്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി? ബാക്കി ഇപ്പോൾ താങ്കൾ പറയുന്നു എല്ലാവരും ആരോപണത്തിന് മുന്നിലാണ്. സുപ്രീം പറയൂ. ഇതല്ല, ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും സ്ഥിരം മിത്രങ്ങളും ഇല്ലല്ലോ. അവിടെയാണ് പ്രശ്നം. ആ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ ആ അഡ്ജസ്റ്റ്മെന്റ് ആണ് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ്. പിന്നെ ഈ സദാചാരമില്ലാത്ത ഇതല്ല എനിക്ക് പറയാനുള്ളത്. മറുപടി പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ എന്റെ ഓർമ്മയിൽ നിന്ന് എടുക്കാവുന്ന സദാചാര ബോധമില്ലാത്ത ഒരാൾ താങ്കളും ചിലപ്പോൾ പണം അയച്ചിട്ടുണ്ടാകും. അവിടെ നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞതാണ്. അവിടെ ഈ ഡെസ്കിന്റെ പുറത്ത് നിന്ന് ശിവതാണ്ഡവമാടിയ ഒരു മന്ത്രി പികളുണ്ടല്ലോ, ആരുടെ പേരിലായിരുന്നു? ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഈ കോഴമാണി എന്ന് ആരോപിച്ചു കൊണ്ടിരുന്ന ആ കുടുംബത്തിലെ മറ്റൊരു പ്രതിനിധി ഏത് സർക്കാരിന്റെ ഭാഗമാണ്? AK ആന്റണിയുടെ മകൻ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? അതെ, ആന്റണിയുടെ മകൻ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? AK ആന്റണിയുടെ മകനെതിരെ എന്തായിരുന്നു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നത്? അഴിമതി ആരോപണമുണ്ടോ? അവർക്ക് അതേ രാഷ്ട്രീയം തന്നെ പിന്തുടരണം നിർബന്ധമൊന്നുമില്ലല്ലോ സാർ. ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ചില കാഴ്ചകൾ സാധാരണക്കാരായ ആളുകൾ കാണുന്നുണ്ട്. അത് സ്വാഭാവികമായി നമുക്ക് ചർച്ച ചെയ്യണ്ടേ? അത് പറയേണ്ടത് കൂടിയല്ലേ? തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെ വ്യത്യസ്തമായ അഭിപ്രായമാണ്, വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. ഒരാളുടെ മകനായതുകൊണ്ട് അതേ രാഷ്ട്രീയം തന്നെ പിന്തുടരുന്ന നമുക്ക് ശാഠ്യം പിടിക്കാനാവില്ല. പിന്നെ അവരെ സദാചാര ബോധം ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ അവരൊക്കെ ഇമ്മോറൽ ആണെന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇതുപോലുള്ള നടത്തിയതാണ്. KB ഗണേഷ് കുമാർ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് തന്നെയാണ്. അദ്ദേഹം തിരുത്തുമെന്ന് തന്നെയാണ് എന്റെ ആര് തിരുത്താൻ? ഗണേഷ് കുമാർ പറഞ്ഞതല്ലേ കുറിച്ച് സാർ? ഇതൊക്കെ ഉള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഹരിദാസ് സാർ പറഞ്ഞത്. ശരി ശരി. KB ഗണേഷ് കുമാർ പറഞ്ഞതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മറുപടി പറയണം. വളരെ പെട്ടെന്ന് നമുക്ക് ചർച്ച. എന്തോ ഹരിദാസ് സാറിന് എന്തോ പറയാനുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ വരാം. ശ്രീ ജയരാജിനോടാണ് പറയാനുള്ളത്. ഈ അരാഷ്ട്രീയവാദി അരാഷ്ട്രീയവാദിക്ക് പെൺ അരാഷ്ട്രീയവാദിയിലെ ജനിക്കുന്ന കുട്ടികളൊന്നും അല്ല സാർ ഈ അരാഷ്ട്രീയവാദികൾ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് കൂറു പുലർത്തി ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ആ പാർട്ടിക്ക് വേണ്ടി പോലീസിൽ നിന്ന് തല്ലുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അതേ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതാ ഇപ്പൊ ഈ ഗണേഷ് കുമാറിനെ പോലുള്ളവരൊക്കെ മന്ത്രിയാക്കുമ്പോണ്ടല്ലോ അത്തരം പാർട്ടികളിൽ നിന്ന് അകന്നു പോകുന്നവരെയാണ് നിങ്ങൾ ഈ അരാഷ്ട്രീയവാദികൾ എന്ന് ചിത്രീകരിക്കുന്നത്. പിന്നെ ഞാൻ ശ്രീ ഗണേഷ് കുമാറിനെ പറ്റി പറഞ്ഞ വാക്ക് പിൻവലിക്കില്ല എന്ന് മാത്രമല്ല, 1000 പ്രാവശ്യം എന്ന് ചേർക്കുക കൂടി ചെയ്തിട്ട് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ സാർ. ഈ AK ശശീന്ദ്രനെയും താങ്കൾ സദാചാരബോധമുള്ള വ്യക്തിയായിട്ട് ചിത്രീകരിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ സാർ? താങ്കൾ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കണം. ഒരു മാധ്യമ പ്രവർത്തകയോട് ഒരു 10ാം ക്ലാസ്സുകാരൻ പോലും പറയാത്ത അത്രയും മോശമായ വിധത്തിൽ ഫോണിൽ സംസാരിക്കുന്നത് താങ്കൾ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ആരോ താങ്കൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാൻ പറഞ്ഞ മാതിരി ആ ക്ലിപ്പ് ഞാൻ അയച്ചു തരാം. പറഞ്ഞു പോയപ്പോൾ സൂചിപ്പിച്ചു എന്തായാലും നമ്മുടെ ചർച്ചാ വിഷയം ഇതാണെങ്കിൽ പോലും ഇത് എവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ്. ഞാൻ ഈ പാനലിലുള്ള എല്ലാ അംഗങ്ങളോടും ഒരു കാര്യം കൃത്യമായി പറഞ്ഞുകൊള്ളട്ടെ. ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പലകുറി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിൽ അന്വേഷണം എവിടെ എത്തും, അന്വേഷിച്ച് വളരെ കൃത്യമായി കണ്ടെത്തുമോ, അതിലൂടെ കുറ്റക്കാരെ കണ്ടെത്തുമോ, അല്ലെങ്കിൽ നിയമപരമായ നടപടിക്ക് വിധേയമാകുമോ എന്ന ഒന്നോ രണ്ടോ പോയിന്റുകൾ മാത്രമാണ് നമുക്ക് പുതുതായി ചേർക്കാനുള്ളത്. എങ്കിൽ പോലും അതിനിടയിൽ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു വാദം എന്നത് ഇതൊന്നും എവിടെയും എത്തി നിൽക്കില്ല. കാരണം ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് നമ്മുടെ ഭരണ സംവിധാനങ്ങളാണ്. ആ ഭരണ സംവിധാനങ്ങളെ നയിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളാണ്. ആ രാഷ്ട്രീയത്തിൽ ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റായി അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു പോയിന്റ് നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ വഴിമാറേണ്ടി വന്നത്. ശ്രീ പ്രിന്റു, ഒരേ ഒരു നിമിഷം, 1 മിനിറ്റ് മാത്രമാണ് താങ്കൾക്ക് നൽകാൻ സാധിക്കുള്ളൂ. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
ഞാൻ പറയാം. ഒന്ന്, ഈ മകൾക്ക് വേണ്ടി കമ്മ്യൂണിസം മറന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഞാൻ ഒന്ന് പിണറായി വിജയന്റെ ഒരു പ്രൊഫൈല് പറയും. നിങ്ങൾ നോക്കൂ, ഈ സ്വാശ്രയ കോളേജ് വിഷയത്തിൽ ഇവിടുത്തെ SFIക്കാരൊക്കെ തെരുവിലിറങ്ങി ഒരുപാട് ചരിത്രത്തിലേക്ക് പോകണം നമുക്ക്. താങ്കൾ ഉദ്ദേശിക്കുന്നതൊക്കെ നേരത്തെ ചർച്ച ചെയ്ത അന്ന് പിണറായിയുടെ മകനും മകളും ഒക്കെ എവിടെ പഠിച്ചു എന്നുള്ളതല്ലേ? അതെ, ആ പുത്ര സ്നേഹത്താൽ ഇത് നോക്കൂ, ബാക്കിയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ മക്കളെല്ലാം വിശുദ്ധരെന്നല്ല ഞാൻ പറഞ്ഞത്. ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അഴിമതി നടക്കുന്നത് ഈ കേരളത്തിൽ ആദ്യമാണ്. ആ ക്ലിഫ് ഹൗസിൽ അഴിമതിയിൽ ഇടപെടുന്നത് മുഴുവൻ പിണറായി വിജയന്റെ കുടുംബവുമാണ്. കേരളത്തിൽ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ഞാനൊന്ന് ഇടപെടുന്നു. ഒരു 30 സെക്കൻഡ് ബാക്കിയുണ്ട് ശ്രീ വസന്ത്, വളരെ പെട്ടെന്ന്. അല്ല, ക്ലിഫ് ഹൗസ് തട്ടിപ്പ് സംഘത്തിന്റെ കൊള്ള സങ്കേതമായി മാറിയിട്ടുണ്ട്. ആ കൊള്ള സങ്കേതത്തിൽ നടന്ന കൊള്ളയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അത് അന്വേഷിക്കേണ്ട കേന്ദ്ര ഏജൻസികളാണ്. അതിൽ അവർ വെള്ളം ചേർത്തില്ലെങ്കിൽ 2 വർഷത്തിനിപ്പുറത്ത് കേരളത്തിൽ രാജ്യത്ത് ആദ്യമായി ഒരു മുഖ്യമന്ത്രി തീഹാർ ജയിലിൽ കിടക്കുന്നത് എന്തായാലും ഈ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്, ജനാധിപത്യപരമായ വിമർശനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ചർച്ചയിൽ ആരും അസഭ്യമായ പ്രയോഗമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ അത്തരം പ്രയോഗങ്ങൾ നടത്താറുണ്ട് എന്ന് മാത്രമാണ് ഈ ചർച്ചയിൽ ഒരു ഘട്ടത്തിലെങ്കിലും ഒരു തർക്കത്തിന് ഇടയാക്കിയ വാദം ഉയർന്നു വന്നത്. ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ആരോപണം ഉയരുമ്പോൾ സീസറിന്റെ ഭാര്യ വിശുദ്ധിയായിരിക്കണം എന്ന് പറയുന്ന ഒരു പ്രയോഗം നേരത്തെ കോടതിയുടെ ഭാഗത്ത് നിന്നുകൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ അധികാരത്തിലിരിക്കുന്നവർ അവരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോപണങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് രാഷ്ട്രീയത്തിനപ്പുറമായ ഒന്നായി പൊതുസമൂഹത്തോടുള്ള ബാധ്യതയായി ഉത്തരവാദിത്തമായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായി എടുക്കേണ്ടി വന്നത്. എന്തായാലും ഈ അന്വേഷണം എവിടെയെത്തും, 4 മാസം നമുക്ക് കാത്തിരിക്കാം. വീണ വിജയന് കുരുക്ക് മുറുകുന്നു എന്നായിരുന്നു ഓൺലൈൻ വഴി ഞങ്ങൾ ചോദ്യമായി ഉന്നയിച്ചത്. 86% പ്രേക്ഷകരും കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രേക്ഷകർക്ക് ഭൂരിപക്ഷവും ആ ഒരു അഭിപ്രായം തന്നെയാണ് ഉള്ളത്. 11% പേർ മാത്രമാണ് അല്ല എന്ന് അഭിപ്രായപ്പെടുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.